സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ദേഹേന്ദ്രിയമനോബുദ്ധിപ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഋഷഭദേവന്റെ മൂത്ത പുത്രനായ ഭരതൻ തൻ്റെ ജീവിതകാലം വളരെ ധർമ്മനിഷ്ഠയോടുകൂടി രാജ്യഭരണം നിർവഹിക്കുകയും സ്വധർമ്മം ആരാധനം അച്യുതസ്യ, സ്വധർമ്മം കൊണ്ട് അച്യുതനെ ആരാധിക്കുക എന്ന ഭാഗവത സിദ്ധാന്തത്തെ അഥവാ നമ്മുടെ ശാസ്ത്ര സിദ്ധാന്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ പക്വത കൈവരിച്ച് വാർദ്ധക്യത്തിൽ തപസ്സിനായി പുലഹാശ്രമത്തിൽ പോയി ഭഗവാനെ സേവിച്ചുകൊണ്ട് അങ്ങനെ ഇഷ്ടദേവതാ ധ്യാനത്തിലും പൂജനത്തിലും മുഴുകി ആനന്ദമഗ്നായിക്കൊണ്ടിരുന്നു അദ്ദേഹം കാരുണ്യത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വന്നൊരു മാൻകുട്ടിയെ എടുത്ത് വളർത്താൻ ഇടവന്നു. പക്ഷെ കാരുണ്യം മമതയും ആസക്തിയുമായി നിറം മാറിയത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ കഥ അവിടെ ഇരിക്കട്ടെ. അദ്ദേഹത്തിനെ അവതരിപ്പിച്ചത് നമുക്ക് വേണ്ടിയിട്ടാ. ഇങ്ങനെയാണ് നമുക്കൊക്കെയും പറ്റണത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. കഥകൾ മുഴുവനും നമുക്ക് വേണ്ടിയാണ്. കഥയിലൂടെ തത്വങ്ങളെ പ്രതിപാദിക്കുകയാണ് പുരാണങ്ങളുടെ സമ്പ്രദായം തന്നെ എന്നർത്ഥം. നമുക്ക് ഓരോരുത്തർക്കും വാത്സല്യം, സ്നേഹം, കരുണ ഇങ്ങനെ പല പല വികാരങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ കുറേ കഴിയുമ്പോൾ എന്തായി? ആരോടാണോ ഈ വികാരങ്ങളൊക്കെ നമ്മൾ പ്രകടമാക്കിയത്, ആരെയെങ്കിലും നമ്മൾ പഠിപ്പിക്കണു, പാവങ്ങളെ എടുത്ത് പഠിപ്പിക്കുന്നു, അനാഥ ആലയങ്ങൾ നടത്തുന്നു, അങ്ങനെ പലതൊക്കെ ചെയ്യും ആൾക്കാർ. കുറച്ച് കഴിയുമ്പോഴോ അതിൽ കുടുങ്ങി പോകുന്നു, ആസക്തരായി പോകുന്നു. അവർക്കെന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയില്ലാണ്ടായി. ഞാൻ പഠിപ്പിക്കുന്ന ആൾക്ക് സുഖേട് വന്നാൽ എനിക്ക് സുഖേട്, എനിക്ക് തലവേദന, അല്ലേ? ഇങ്ങനെ വന്നുമായിരുന്നു. അതിന് കാരണം ആസക്തിയാണ്. കാരുണ്യം, ദീനാനുകമ്പ, ദയ, വാത്സല്യം ഇതെല്ലാം സാത്വികമായി മനുഷ്യനുണ്ടാവേണ്ട ഗുണങ്ങളാകുന്നു. അതൊന്നുമല്ല തകരാറ്. പക്ഷേ ഈ നിറം മാറല് പലപ്പോഴും നമ്മൾ അറിയാറില്ല എന്നർത്ഥം. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ പ്രധാനമായ ലക്ഷ്യമാകുന്ന ആ ആത്മസാക്ഷാത്കാരത്തിൽ നിന്ന് വഴുതി വീഴാനിട വരുന്നു. എന്തിനു വേണ്ടി നാം പുറപ്പെട്ടുവോ ആ ലക്ഷ്യത്തെ പലപ്പോഴും മറന്നു പോകുന്നു. എന്താ ഇതിന് കാരണം എന്ന് ചോദിച്ചാലോ, ആരെയും പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പൂർവ്വ സംസ്കാരങ്ങൾ അഥവാ പൂർവ്വവാസനയാണ് അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ ഇടയാക്കുന്നത്. ആ പ്രാരബ്ധവാസന എന്ന് പറയാം. അപ്പോൾ ഇദ്ദേഹത്തിനും ആ മാനിനോട് മമത തോന്നി. മാൻ വളരെ വലുതായിട്ടും അതിനെ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. അവസാനം മാനിനെ ഓർത്തോർത്തോർത്തോർത്ത് മരിച്ച് അന്തേ യാമതി സ ഗതിർഭവേത്. മരണസമയ വേളയിൽ എന്തൊരു സ്മരണയോടുകൂടി മരിക്കുമോ നാം, ആ സംസ്കാരത്തിനനുസരിച്ച് വീണ്ടും പിറക്കും എന്ന കർമ്മ നിയമത്തിനനുസരിച്ച് അദ്ദേഹം ആ കാട്ടിൽ ഒരു മാൻകുട്ടിയായി പിറന്നു. പക്ഷേ പൂർവജന്മത്തിൽ ധർമ്മനിഷ്ഠനായും ഈശ്വര ഭക്തനായും ഈശ്വരനെ ഉപാസിച്ചതിൻ്റെ ആ അധ്യാത്മ സംസ്കാരം അദ്ദേഹത്തിൻ്റെ കൂടെ പിന്തുടർന്നു. ജന്മമാത്രയിൽ അദ്ദേഹത്തിന് ബോധ്യം വന്നു, ഞാൻ ഭ്രഷ്ടനായി പതിതനായി, ഈ മമത എന്നെ കൊണ്ടെത്തിച്ചത് ഇവിടെയാണല്ലോ. ആ തെറ്റിന് തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചു. പുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാം, അഹല്യയ്ക്ക് സാഹചര്യം കൊണ്ട് തെറ്റുപറ്റി. ഗൗതമ മഹർഷി അനുഗ്രഹ രൂപത്തിൽ ശാപം കൊടുത്തു. രാമപാദം ശിരസിൽ വരുന്നതുവരെ രാമനാമം ജപിച്ചുകൊണ്ട് രാമധ്യാനമായി കഴിഞ്ഞുകൊള്ളൂ.
ആയി കഴിഞ്ഞാൽ എന്നെ വന്ന് സേവിക്കാം, ഞാൻ നിന്നെ കാത്ത് ഹിമാലയത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയി. ആ ഒരു നിമിഷത്തെറ്റിന ദേവി എത്ര കാലം കൊടും തപസ് ചെയ്തു. സീതാദേവി നമ്മളെ പഠിപ്പിക്കും, ഒരൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സീതാദേവിയോട് കാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞില്ലേ, കാട്ടിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് കുട്ടിക്കതൊന്നും പരിചയമില്ല, അതുകൊണ്ട് അച്ഛനമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് കൊട്ടാരത്തിലിരുന്നോളൂ, 14 വർഷം ഈ 14 നിമിഷം കൊണ്ട് ഞാൻ ഓടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ തൻ്റെ പതിവ്രതാധർമ്മം നിർവഹിക്കാൻ തന്നെ സഹായിക്കണം, അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് കൂടെ പുറപ്പെട്ടു. മാത്രമല്ല, ഞാൻ അങ്ങയ്ക്ക് ഒരു ബുദ്ധിമുട്ടും തരില്ല, ഞാനൊരു ഭാരമാവില്ല, വല്ലഭോച്ചിഷ്ടം എനിക്ക് അമൃതോപമെന്ന അത്ര പോലും അവിടുന്ന് കഴിച്ച് പലതും ബാക്കി ഫലമൂലങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ തൃപ്തി ആയിക്കൊള്ളാം, അത്ര പോലും ഭർത്താവിൻ്റെ പേഴ്സ് നോക്കാതെ ചെലവാക്കുന്ന ഡിമാൻഡ് വയ്ക്കുന്ന ഭാര്യമാരെ മാതിരി ആവില്ല ഞാൻ എന്ന് സീതാദേവി എടുത്തു പറഞ്ഞു എന്നർത്ഥം. പലപ്പോഴും അങ്ങനെയുള്ള ഭാര്യമാരെ കൊണ്ട് ഭർത്താക്കന്മാർക്ക് കറപ്ഷൻ നടത്തേണ്ടി വരുന്നു, ബ്രൈവ് വാങ്ങേണ്ടി വരുന്നു, പലതരത്തിലുള്ള അന്യായവും അധർമ്മവുമായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കേണ്ടി വരുന്നു. ഒരു പക്ഷേ ഈ കഥകളൊന്നും ആ സ്ത്രീകൾ കേട്ടിട്ടുണ്ടാവില്ല. എന്തായാലും സീതാദേവി അങ്ങനെയായിരുന്നില്ല. സീതാദേവി ഒരു ഡിമാൻഡും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടതാ. 13 വർഷം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിഞ്ഞു. പഞ്ചവടിയിൽ പൊന്മാനിനെ കാണുന്നത് വരെ. പൊന്മാനിനെ കണ്ടതോടുകൂടിയോ രാമനിൽ നിന്ന് ശ്രദ്ധ എപ്പോ പൊന്മാനിലേക്ക് പോയോ ആ നിമിഷം സീത എന്ന ജീവന്റെ പതനം. പൊന്മാൻ എന്ന് പറയുന്ന അർത്ഥം ഈ ലോകത്തിലെ അത്യാകർഷകങ്ങളായ വിഷയവസ്തുക്കളുള്ള ആഗ്രഹം, മോഹം, ഭ്രമം, എൻചാൻഡിങ് സെൻസ് ഓബ്ജക്ട്സ്, അതിനെയാണ് പൊന്മാൻ പ്രതിനിധാനം ചെയ്യുന്നത്. പറഞ്ഞു നോക്കിയില്ലേ ഇതൊന്നും ശരിയല്ല, കള്ളമാനാണെന്നൊക്കെ. പക്ഷേ രാമനെ അയച്ചു, പോരാ, ലക്ഷ്മണന്റെ ഉദ്ദേശത്തെ സംശയിച്ചു. ലക്ഷ്മണൻ കാതുപൊത്തിക്കൊണ്ട് ഓടി. പോരാ, ലക്ഷ്മണൻ വരച്ച ലക്ഷ്മണരേഖ പോലും നാം നമ്മിൽ തന്നെ വെക്കുന്ന നിയന്ത്രണമാണ് ലക്ഷ്മണരേഖ, ലൈൻ ഓഫ് കൺട്രോൾ എന്നൊക്കെ നമുക്ക് പറയാം. ഇത്ര വരെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യുള്ളൂ, കോംപ്രമൈസ് ചെയ്യുള്ളൂ എന്ന് നമ്മുടെ ജീവിതത്തിൽ നാം തീരുമാനിക്കുമല്ലോ. ഓരോ തവശ്യം അതൊരു ലിമിറ്റ് വിട്ടുപോയാൽ പിന്നെ നമുക്ക് സ്വയം നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാതായിത്തീരും. ആ തെറ്റ് നമുക്കൊക്കെ സംഭവിക്കണതിനെ സീതാദേവി രാമനൊക്കെ നമുക്ക് നാടകത്തിലൂടെ കാണിച്ചു തരികയാണല്ലോ. അതിനല്ലേ അവരുടെ അവതാരം. അപ്പോൾ ആ ലക്ഷ്മണരേഖയും ലംബിച്ചോടുകൂടി എന്തായി? ദശമുഖ രാവണന്റെ പിടിയിലായി. 10 ഇന്ദ്രിയങ്ങളുടെ അടിമയായി ആ ജീവന് പിന്നെ കരകയറാൻ വഴിയില്ല. ഉടനെ തെറ്റിദ്ധരിച്ചറിഞ്ഞ സീതാദേവി എന്ത് ചെയ്തു? 1 വർഷക്കാലം രാമധ്യാനം, രാമജപം. ഇതൊക്കെ പുരാണ ഇതിഹാസങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക. അല്ലാതെ ഭരതന്റെ കഥ ഭരതന് അങ്ങനെയൊന്നും വരുന്നു വിചാരിക്കേണ്ട. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, പതനങ്ങളെ കാണിച്ചു തരിക. അപ്പോൾ നമുക്ക് തെറ്റ് തിരിച്ചറിയാനാറാവണം. തിരിച്ചറിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യാനാവണം. എന്താണ് പ്രായശ്ചിത്തം? നിരന്തരമായ ഭഗവത് സ്മരണ, നിരന്തര ഹരിസ്മരണ. അത് മാത്രമാണ് സാധനാ രഹസ്യം. ഹരി ദേഹഭൃതാം ആത്മാ എന്നാണ് ഭാഗവതം പറയാം. ഈ ദേഹത്തിന്റെ എല്ലാവരുടെയും ദേഹത്തിന്റെ ഉള്ളിൽ ഈ ദേഹത്തിനെ സ്വസാന്നിധ്യം കൊണ്ട് ചൈതന്യമുള്ളതാക്കിക്കൊണ്ട് കുടികൊള്ളുന്നു. ആ ഹരി ബോധസ്വരൂപനായി, ചൈതന്യസ്വരൂപനായി, ചിൽ സ്വരൂപനായി ആ ഭഗവാന്റെ സാന്നിധ്യം നിരന്തരം ഓർമ്മിച്ചുകൊണ്ടുള്ള ജീവിതം അർത്ഥം. ഈ മാൻകുട്ടിയുടെ ജീവിതത്തിൽ അതിന് തിരിച്ചറിവുണ്ടായി. ആ ജീവിതം അച്ഛനമ്മമാരോടുള്ള ബന്ധം നിർത്തി ഈ പഴയ ആശ്രമത്തിൽ വന്ന് ഒരു ജന്മം മുഴുവനും നിരന്തര ഹരിസ്മരണയിൽ അത് കഴിഞ്ഞു. അവസാനം അതിൻ്റെ അവസാനത്തെ ജന്മം, പ്രാരബ്ധ അവസാനം, 3ാമത്തെ ജന്മം അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ബ്രാഹ്മണന്റെ മകനായി ജനിച്ചു. പക്ഷേ ത്രികാലജ്ഞാനിയായി തീർന്ന ബ്രഹ്മ തേജസ് കൊണ്ട് ജ്വലിക്കുന്ന അദ്ദേഹം തൻ്റെ ഈ ജീവിതത്തിൽ യാതൊരു ബന്ധമുണ്ടായി പതിക്കാൻ ഇടവരുന്നിട്ട് മൂഢനെ പോലെയും ബദിരനെ പോലെയും അന്ധനെ പോലെയും ഉന്മത്തനെ പോലെയും മറ്റുള്ളവർക്ക് തോന്നുമാറ് ആ ആത്മാരാമനായ അവിടുന്ന് യോഗീശ്വരൻ അങ്ങനെ ജീവിച്ചു. അദ്ദേഹത്തിന്റെ മഹത്വം അറിയാത്ത ജ്യേഷ്ഠന്മാർക്ക് അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. ഒന്നും ആഹാരം കൊടുക്കാതെ നാട്ടുകാർ പിടിച്ചുകൊണ്ടുപോയി ഓരോ പണിയിടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭദ്രകാളിക്ക് ബലിയർപ്പിക്കാൻ ഒരു ദുഷ്ടൻ പിടിച്ചുകൊണ്ടുപോയി. അവസാനം ഭദ്രകാളിക്ക് പോലും ഇരിക്കപ്രതിയില്ലാണ്ടായി. ഭക്തരക്ഷ ഭഗവാന്റെ വ്രതമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പത്മനാഭ സഹോദരിയായ അമ്മ അവിടെ ഭദ്രകാളി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട്, വിഗ്രഹരൂപത്തിൽ നിന്ന് മാറി ഭദ്രകാളി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദുഷ്ടന്മാരെ, നീചന്മാരെ വധിച്ച് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. ഇത്രയും കഥ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ആരോ പിടിച്ചുകൊണ്ടുപോയതാണ് കാവലിനെ, ഏതോ ഒരു ഏകാന്തമായ വിജനമായ പ്രദേശത്ത്. അവിടെ വന്ന് അദ്ദേഹം വീരാസനത്തിൽ അങ്ങനെ ഏകാന്തമായ ആ
ആ ഭഗവത് ചിന്തനത്തിന് മുഴുകിക്കൊണ്ട് അങ്ങനെ ആത്മാരാമനായിരിക്കും കാലത്തിങ്കൽ സിന്ധു സൗവീരദേശങ്ങൾ ഭരിച്ചിരുന്ന രഘൂഗൺ എന്നു പേരായ ഒരു രാജാവ്. അദ്ദേഹം വളരെ ധർമ്മനിഷ്ഠനാണ്, ഈശ്വരഭക്തനാണ്, സത്യജിജ്ഞാസുവാണ്, സത്സംഗം ധാരാളം ചെയ്തിട്ടുള്ള ആളാണ്, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, ഈശ്വര സാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യം എന്ന് ഉറപ്പായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് പരോക്ഷജ്ഞാനമുണ്ട്, ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള അറിവ് ഉണ്ട് എന്നർത്ഥം. പക്ഷെ അനുഭവജ്ഞാനമില്ല, അപരോക്ഷ അനുഭൂതി വന്നിട്ടില്ല. അതിനുവേണ്ടി കപില ഭഗവാനെ വാസുദേവാംശകലയാ അവതീർണ എന്ന സാക്ഷാൽ വാസുദേവൻ നാരായണ ഭഗവാൻ ജ്ഞാനകലയാ അവതരിച്ച കപിലവാസുദേവന്റെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തിനെ സേവിച്ച് ശിഷ്യപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് ആത്മോപദേശം സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു. അങ്ങനെ പോണ സമയത്ത് മഞ്ചലിലല്ലേ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്യാം. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ മഞ്ചല് ചുമക്കുന്ന ആൾക്കാർക്ക് ക്ഷീണം. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ മാറാൻ ധാരാളം ആളുകളുടെ സ്ഥലത്തു കൂടിയല്ല പോകണത്. അങ്ങനെ പോകുമ്പോഴാണ് ഇക്ഷുമതി നദി എന്ന് പേരായ ഒരു നദിയുടെ തീരത്തൂടെ, സിന്ധു നദിയുടെ അടുത്താണ്, അതിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ യോഗീശ്വരൻ, ഭരതയോഗീശ്വരൻ, ലോകരെ ജഡൻ എന്നൊക്കെ പറയണ ആ മഹാപുരുഷൻ അവിടെ അങ്ങനെ വിരാസനത്തിലിരിക്കുന്ന കണ്ടു. അപ്പൊ ആ ഭൃത്യന്മാർക്ക് തോന്നി നല്ല ഒരു യോഗ്യനായ ഒരാള്, കഴുതയെ മാതിരിയോ പോത്തിനെയോ മാതിരിയൊക്കെ ഭാരം വഹിക്കാൻ പറ്റിയ ഒരാളാണ്. എന്താ കാരണം? നല്ല ആരോഗ്യമുണ്ട്, നല്ല ഉരുണ്ട് മിനുങ്ങി നല്ല ഒരു യുവാവ്, എന്തുകൊണ്ടും തടിമിടുക്കും ചെറുപ്പവും ദൃഢഗാത്രയും ഒക്കെ കണ്ട സമയത്ത് അവർക്ക് തോന്നി, ഓ ഇദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾക്ക് സഹായം കിട്ടും എന്ന് തിരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി. ഇങ്ങനെയുള്ള മഹാത്മാക്കളെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യിക്കാമോ? ഇല്ല. അവരെ ഈശ്വരനെ പോലെ ആരാധിക്കുക, എന്നിട്ട് അവരെ സേവിച്ച് അവരിൽ നിന്ന് ആ മോക്ഷമാർഗത്തെ സ്വീകരിക്കുക വേണ്ടത്. പക്ഷേ മഹാത്മാക്കളുടെ മഹത്വം അറിയണമെങ്കിൽ അവരുടെ അടുത്ത് പോണവർക്കും കുറച്ചൊക്കെ മഹത്വം വേണമല്ലോ, അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഒരു കൂലിക്കാരനെ പോലെ അദ്ദേഹത്തെ പോലും പണിയെടുപ്പിച്ചു. ദാ മഹാരാജാവാണ് ഈ പല്ലകില്, അദ്ദേഹത്തിന് സുഖാവാൻ അതിനെ പിടിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു തണ്ട് തോളത്ത് വെച്ചു കൊടുത്തു. അങ്ങനെ ഓരോരുത്തരായിട്ട് മാറി വിശ്രമിക്കാം എന്നുള്ള നിലയിൽ നിർത്തും. പക്ഷേ ആ മഹാത്മാവ് എന്ത് വിചാരിച്ചു? നോക്കൂ, ആദ്യത്തെ ജന്മം മാനിനെ ചുമന്നു കിടന്നു. നോക്കൂ, രണ്ടാമത്തെ ജന്മം അതുകൊണ്ട് മാനായി തീർന്നില്ല, മൂന്നാമതൊരു ജന്മം കൂടി വന്നു. ഈ ജന്മത്തിലും ഇതും കൂടി ഉണ്ടായിരിക്കും ബാക്കി പ്രാരബ്ധം. അതാണ് മഹാന്മാരായ ആളുകള്, ഈശ്വര സാക്ഷാത്കാരം നേടിയ ആളുകളുടെ ലോകവ്യവഹാരം അവരിതൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ ദേഹത്തിന്റെ പ്രാരബ്ധം ആ ലോകാനുഗ്രഹത്തിന് വേണ്ടി ചെയ്തു തീർക്കുക, അതിലൊട്ടലില്ലാതെ പറ്റില്ലാതെ സാക്ഷി മാത്രമായി നോക്കി നിന്നുകൊണ്ട്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ നില. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെയുള്ള ഹീന പ്രവൃത്തി, ചുമട്ടുകാരന്റെ പണി ചെയ്യിക്കാൻ പാടില്ലെങ്കിലും കഴുതയെ പോലെ അദ്ദേഹത്തിന്റെ തോളിൽ ഇത് വെച്ചു കൊടുത്ത് നടക്കൂട്ടോ, മര്യാദയ്ക്ക് പിടിക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ക്രമമുണ്ടായിരുന്നു അർത്ഥം. ഒരു വിൽപ്പാട് ദൂരത്തേക്ക് ശ്രദ്ധിക്കും, എന്നിട്ടോ ആ ദൂരത്തിനിടയിൽ എന്തെങ്കിലും ജീവജാലങ്ങളുണ്ടോ, ഉറുമ്പുണ്ടോ, അരിക്കണ കൃമികളുണ്ടോ ഉണ്ടെങ്കിൽ തന്റെ കാലിനടിയിൽപ്പെട്ട് അവയ്ക്ക് നാശം വരരുത് എന്ന വിചാരത്തോടെ വളരെ ശ്രദ്ധിച്ചിട്ടേ അദ്ദേഹം നടക്കുള്ളൂ. അങ്ങനെയായപ്പോഴോ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ രാജാവ് പല്ലക്കിലുണ്ടെന്നും ആ രാജാവിന്റെ പല്ലക്ക് ഞാൻ പിടിക്കണോണ്ടും നടക്കണോണ്ടും രാജാവിന് സുഖമാണെന്നുള്ളതല്ല ശ്രദ്ധ. പിന്നെയോ താഴത്ത് കാലിന്റെ അടിയിൽപ്പെട്ട ഏതെങ്കിലും ജീവികൾ പെട്ടുപോകരുതല്ലോ എന്നുള്ള വിചാരത്തിലാ. മൂന്നാൾക്കാർ സ്വാമിയായ രാജാവിന്റെ സുഖത്തിന് വേണ്ടി ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി പിടിക്കുക. ഒരാളോ അദ്ദേഹത്തിന് ഒത്തോണം. അപ്പൊ മറ്റു മൂന്നും അവിടെ പിടുത്തം പോലെ നടത്തം പോലെ ആയില്ല. നാലാമനായ ഈ യോഗീശ്വരന്റെ നടത്തം. അപ്പൊ എന്തായി? ആകപ്പാട പല്ലക്കിളകി മറിയാൻ തുടങ്ങി. രാജാവ് പല്ലക്കിലിരിക്കുന്ന രാജാവിന് അസ്കതിയായി. ഇതുവരെ സുഖായി സഞ്ചരിച്ചിരുന്ന രാജാവ് ഇപ്പോ പല്ലക്ക കുലുങ്ങി ആകെ അസ്വസ്ഥ കൊണ്ട സമയത്ത് ഭൃത്യന്മാരോട് പറഞ്ഞു, എന്താ നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? ഏതൊരു പ്രവൃത്തിയും ഭഗവത് ആരാധനമാണ് ചെയ്യണം, എല്ലാം പരമാർത്ഥമാണ് അർത്ഥം. അതുകൊണ്ട് അവജ്ഞയോടെ അവഗണനയോടെ പണികളൊന്നും ചെയ്യാൻ പാടില്ല, മര്യാദയ്ക്ക് ശ്രദ്ധയോടുകൂടി പിടിക്കൂ, എനിക്ക് അസ്വസ്ഥതയുണ്ട് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോ ഈ ഇത്രയും കാലം സേവിച്ചുകൊണ്ടിരുന്ന സേവകന്മാരെ നിരീക്ഷിച്ചു. ഓ, ഇത്രയും കാലം നമ്മൾ ആത്മാർത്ഥമായി ഇദ്ദേഹത്തെ ചുമന്നതിനുള്ള ഫലം ഇപ്പൊ കിട്ടും. എന്താ? ഈ വിദ്വാന്റെ കുഴപ്പം കൊണ്ടാണ് അർത്ഥം. സാംസർഗികോ ദോഷ നൂനം സർവേഷാം ഭവിതുമർഹതീന. കൂട്ടുകെട്ടുകൊണ്ടുള്ള ദോഷവും ഗുണവും എല്ലാവർക്കും കിട്ടും അത്രയും അർത്ഥം. ഒരാള് കള്ളുടിയനാണ്. ആ കള്ളുകുടിയനായ ഒരാള് കള്ളു കുടിച്ച് ഇങ്ങനെ റോട്ടിൽ വേച്ച് നടക്കണം, അയാൾ വീഴാൻ പോവുക. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ ഒരു പരിചയക്കാരൻ തോന്നി, അയ്യോ ഇവൻ വഴിയിൽ വീഴും, വല്ല വണ്ടിയും തല വെച്ച് പോവും, അതുകൊണ്ട് അവനെ പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കാന്ന് വെച്ചാൽ പിടിച്ചു. അവനെ പിടിച്ചു. ഇയാൾക്ക് ഒരു കുഴപ്പമില്ല. പിടിച്ചിട്ട് നടക്കുമ്പോഴോ അയാളുടെ ആട്ടം നിർത്താൻ പറ്റാതുകൊണ്ട് ഇയാളെയും കൂടി കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് കൊട്ടാട്ടാൻ തുടങ്ങി.
ഇപ്പൊ എന്താ ലോകര് പറയാ, രണ്ടാളും കൂടി ഇന്നലെ കുടിച്ച് ആടി തിമിർത്ത് റോട്ടിൽ കൂടെ പോണ ഞാൻ കണ്ടു. കുടിക്കാത്തവന്റെ ഭാര്യയോട് പോയി പറയൂലേ, കുടിക്കുന്നവനെ അവന്റെ കണ്ട ആള് ആ വാസ്തവത്തിൽ ഇയാൾ കുടിച്ചിട്ടുണ്ടോ? അയാളോടുള്ള സംസ്കൃതം കൊണ്ട് ഇയാൾക്കും വന്നു. നല്ലവരോടുള്ള സംസ്കൃതം കൊണ്ട് നല്ലത്, കെട്ടവരോടുള്ള സംസ്കൃതം കൊണ്ട് കെട്ടത് നമുക്ക് വന്നു ചേരും. ഇപ്പൊ ഈ വിദ്വാനോടുള്ള സംസർഗം കൊണ്ട് എന്തായി? ഇവൻ ശരിക്കും പണിയെടുക്കാത്തതിന് ശരിക്കും പണിയെടുത്തുകൊണ്ടിരിക്കണം, നമുക്ക് ശിക്ഷ കിട്ടുമല്ലോ എന്ന് ഈ ഭൃത്യന്മാർക്ക് ഭയമായി അത്രയെന്നർത്ഥം. അപ്പൊ അവരുടെ ആ നിരപരാധിത്വം മഹാരാജാവിനോട് പറഞ്ഞു. രാജൻ, ഞങ്ങൾ വളരെ ശ്രദ്ധയോടെയും ഭക്തിയോടെയാണ് ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം അത് അനുഭവിച്ചതല്ലേ അങ്ങ്. ഇപ്പൊ സഹായത്തിന് ഒരാളെ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്, അയാളെ കൂട്ടിയിട്ടുണ്ട്. അയാൾ ഞങ്ങളോട് സഹകരിക്കണില്ല, മര്യാദയ്ക്ക് പിടിക്കും നടക്കും ചെയ്യാത്തതുകൊണ്ടാണ് എങ്ങനെയെന്ന്. അപ്പൊ രാജാവ്, ആരാ ഇയാള്, പുതിയ വിദ്വാൻ എന്നറിയിക്കാണല്ലോ എന്നിരിച്ചിട്ട്, ഈ വഞ്ചലിലിപ്പോ വെയിലും മഴയൊന്നും കൊള്ളാണ്ട് നല്ല കർട്ടനൊക്കെ ഇട്ടുണ്ടാവുമല്ലോ രണ്ട് ഭാഗത്തൊക്കെ. രാജാവ് ആ കർട്ടൻ ഒന്ന് മാറ്റി നോക്കിണ്ടാവാം എന്നാണ് നമ്മൾ വിചാരിക്കാൻ. അപ്പൊ ആദ്യം അദ്ദേഹം കണ്ടിട്ടില്ലേ, അത് മാറ്റി നോക്കിയപ്പോഴോ നല്ല തടിച്ചു കൊഴുത്ത് അജാനബാഹുവായി ആ യുവാവായി ദൃഢഗാത്രനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ ഈ പല്ലക്കെടുത്തുകൊണ്ട് നടക്കുന്നത്? ഇദ്ദേഹമാണോ ഈ പല്ലക്കെടുത്ത് ഇങ്ങനെ കിഴവനെ മാതിരി, നടക്കാൻ വയ്യാത്തവനെ മാതിരി, ക്ഷീണിച്ചവനെ മാതിരി, 10 ദിവസമായിട്ടുണ്ട് ആഹാരം കഴിച്ചവനെ മാതിരി, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് പല്ലക്കെടുത്ത് നടക്കാൻ കഴിഞ്ഞു എന്ന് വരില്ലല്ലോ ഇങ്ങനെ നടക്കണത് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു നേരെയാക്കാൻ വേണ്ടി ഒരു ഒരു നമ്പർ ഉപയോഗിച്ചു. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു നമ്പർ ഉപയോഗിച്ചു എന്നർത്ഥം. അതെന്താ? വക്രോക്തി കൊണ്ട് അദ്ദേഹത്തിനെ കളിയാക്കി എന്നർത്ഥം. നേരിട്ട് പറയാതെ, അല്ലയോ സോദര, അനുജ, പാവം വല്ലാതെ മെലിഞ്ഞുപോയി, ഒരുപാട് ദിവസമായി ആഹാരം കഴിച്ചിട്ട് തോന്നുന്നു, വല്ലാതെ ക്ഷീണം ഉണ്ടാവൂലേ, അത് ഒറ്റയ്ക്ക് പല്ലക്കെടുത്ത് നടക്കല്ലേ, ദൂരായില്ലേ സഞ്ചരിക്കണു, അപ്പം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഒറ്റയ്ക്ക് പല്ലക്കെടുക്കുക, അതും വലിയ ശരീരം, ആഹാരം കഴിച്ചിട്ടില്ല, വല്ലാതെ ക്ഷീണിതനായ ഒരാള്, അങ്ങനെയുള്ള ഒരാളുടെ തലയിൽ ഈ പല്ലക്ക് ഒറ്റയ്ക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ സഹായിക്കുക? മറ്റുള്ളവരൊന്നും വേണ്ട പോലെ സഹകരിക്കണില്ല എന്ന് തോന്നൂലേ? ഇങ്ങനെയൊക്കെ വക്രോക്തി കൊണ്ട് പരിഹാസഭാവത്തിൽ പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞത്? ചിന്തിക്കണം. നമുക്കൊക്കെ നമ്മൾ ഈ ദേഹമാണ് എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ഉറച്ചിരിക്കുന്നത്, ശരീരഭാവനയിലാണ് നമ്മൾ ഉറച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ നമ്മളെ നോക്കിയിട്ട് നീ നന്നായില്ലോ കുട്ടി എന്ന് പറയുമ്പോൾ സന്തോഷം. എന്താ കുട്ടി ഇങ്ങനെയായി നിന്നെ ആരാ കല്യാണം കഴിക്കാൻ വരിക ഈ കോലം കണ്ട എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ആകെ ആദ്യമായി അല്ലേ? അതുകൊണ്ട് ശരീരമൊക്കെ നന്നാക്കൂ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പറയില്ലേ? ഇതുപോലെ നമ്മൾ നന്നായി എന്ന് കേൾക്കുമ്പോൾ സന്തോഷം. എന്തായി നന്നായത്? ദേഹാണ് നന്നായത്. ആരാ മെലിഞ്ഞത്? ദേഹാണ് മെലിഞ്ഞത്. അതുപോലെ നമ്മളെ ആരെങ്കിലും നോക്കിയിട്ട് കുറച്ച് ചീത്ത വിളിച്ചു നിൽക്കട്ടെ, നമുക്ക് ആകെ സങ്കടമായി. അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെന്നെ അപമാനിച്ചു, അത് കൂടുതലായി ഇല്ലേ? ആരുമില്ലാത്തപ്പോഴാണെങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഞാൻ മാത്രമല്ലേ കേട്ടുള്ളൂ, മറ്റുള്ളവരും കൂടി അറിഞ്ഞു വെച്ചോളൂ, വളരെ വളരെ നമുക്ക് വിഷമായി. അതുപോലെ നമ്മളെ ബഹുമാനിച്ചു, അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണെങ്കിലോ ഹായ്, ഞാൻ വളരെ സന്തുഷ്ടനായി തീരും അല്ലേ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണം? നമുക്ക് ഈ ദേഹത്തിനെയാണ് സ്തുതിച്ചത്, ഈ ദേഹത്തിനെയാണ് നിന്ദിച്ചത്. ഈ ദേഹത്തിന്റെ നിന്ദയും സ്തുതിയും നമുക്കുള്ള സ്തുതിയും നമുക്കുള്ള നിന്ദയുമാണെന്ന് നാം കണക്കാക്കി നാം ഏറ്റെടുക്കണം. അതിനെന്താ കാരണം? ദേഹാത്മവാദികളാണ് നമ്മൾ, ദേഹമാണ് നമ്മളെന്ന് വിചാരിക്കണവരത്രയർത്ഥം. അപ്പൊ ഈ കളിയാക്കിയ ആള് എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ളൊരു യോഗീശ്വരന്റെ നില മനസ്സിലാക്കാതെ അദ്ദേഹത്തിനെ ഇങ്ങനെ വക്രോക്തി കൊണ്ട് പരിഹസിക്കുമ്പോൾ ഈ പരിഹസിച്ച ആള് ശരീരാഭിമാനിയാണെന്ന കാര്യം വ്യക്തമാണല്ലോ. താൻ രഘുഗണനാണ്, ഈ ഹിന്ദു സൗഭീര രാജ്യത്തെ ചക്രവർത്തിയാണ്, എന്നെ എല്ലാവരും വേണ്ട പോലെ എടുത്ത് ബഹുമാനിച്ച് ആദരവോടെ തൂക്കി നടക്കണം എന്നൊക്കെയുള്ള വിചാരം ഉണ്ടല്ലോ. അത് നടക്കാണ്ടായപ്പോൾ ദേഷ്യം വന്നു. അതുകൊണ്ട് ആ ദേഹാഭിമാനികളെ പോലെ മറ്റുള്ളവരെയും കണ്ട് അവമാനിച്ചു. ഇതുണ്ടായത്. ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഏത് തലത്തിലാണോ അങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മൾ കാണുള്ളൂ. മഹാത്മാക്കളെയും ശരീരാഭിമാനമില്ലാത്ത ആത്മജ്ഞാനികളായ മഹാത്മാക്കളെ പോലും ശരീരാഭിമാനികളായ നമുക്ക് ശരീരായിട്ടേ കാണാൻ പറ്റുള്ളൂ. അവരുടെ ദിവ്യത്വവും ഈശ്വരത്വവും കാണാൻ സാധിക്കില്ല. നാം ആധ്യാത്മികമായി ആത്മീയമായി ഉയരുമ്പോഴാണ് മറ്റൊരാളുടെ ആധ്യാത്മികമായ ഉയർച്ചയെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുക എന്നർത്ഥം. വിദ്വാനേവ വിജാനാതി വിദ്വജ്ജന പരിശ്രമം എന്ന് പറയും. ഒരു വിദ്വാനെ വേറൊരു വിദ്വാനെ അറിയുള്ളൂ, ഒരു ഭക്തനെ വേറൊരു ഭക്തനെ അറിയുള്ളൂ, ഒരു മുക്തനെ വേറൊരു മുക്തനെ അറിയുള്ളൂ. മലയാള ഭാഷയിൽ പറയും, അല്ല മലയാളത്തിലെ ഉദാഹരണം പറഞ്ഞാല്, പെറാത്ത സ്ത്രീക്ക് പേറ്റുനോവ് എങ്ങനെ അറിയും അല്ലേ? പ്രസവിച്ചിട്ടില്ലാത്തൊരു സ്ത്രീക്ക് അവളോട് പേറ്റുനോവിനെ കുറിച്ച് പറഞ്ഞ എന്ത് കാര്യം? ഇതുപോലെയാണ്. അപ്പോ മഹാത്മാവിനെ അറിയുള്ളൂ എന്നർത്ഥം.
മഹാത്മാക്കൾക്ക് അറിയുകയും ചെയ്യും, അജ്ഞാനികൾക്ക് അറിയാൻ സാധിക്കില്ല അത്രയും നത്തം. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു നമ്മുടെ മണ്ണൂര്, പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാലക്കടുത്ത് മണ്ണൂർ സ്വാമികൾ എന്ന് പേരായിട്ട്. അദ്ദേഹത്തിന് ബാഹ്യ 2 കണ്ണുകളുമില്ല, പക്ഷേ 3 കണ്ണും തെളിഞ്ഞിട്ടുള്ള ആളാണ്. പരമേശ്വരനെ പോലെ ത്രികാലജ്ഞാനിയാണ്. ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവൻ അന്നൊക്കെ ഇതുമാതിരിയല്ലല്ലോ, ഷൊർണൂർ ഇറങ്ങിയിട്ട് കുറേ നേരം നോക്കിയിരിക്കണം, അടുത്ത സ്ഥലത്തേക്ക് ബസ് ട്രെയിൻ കിട്ടാൻ മണിക്കൂറുകളോളം കാത്തിരിക്കണം. അപ്പോൾ അവിടെ ഒരു മൂലയ്ക്ക് ഈ മണ്ണൂർ സ്വാമി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നാരായണ ഗുരുദേവൻ്റെ ഭക്തന്മാർ വലിയ ഗൗരവമായിട്ട് അദ്ദേഹം അവിടെ വന്ന് ഇറങ്ങി. നാരായണ ഗുരുദേവൻ അകലേന്ന് ഈ മണ്ണൂർ സ്വാമികളെ കണ്ടു. വേഗം പോയിട്ട് അദ്ദേഹത്തിനൊരു നമസ്കാരം. അപ്പോൾ ഈ നാരായണ ഗുരുദേവൻ്റെ ഭക്തന്മാർക്ക് അത് പിടിച്ചില്ല അത്രേ. ഞങ്ങളുടെ ഗുരു വലിയ ആള്, ആ കണ്ണുപൊട്ടനെ പോയി നമസ്കരിക്കുക. എപ്പോ ഇത് ഇവരുടെ മനസ്സിൽ തോന്നിയോ, അപ്പോൾ നാരായണ ഗുരുദേവന് ത്രികാലജ്ഞാനിയല്ലേ, ഇതുപോലെ മഹാത്മാവല്ലേ, അദ്ദേഹം ഉടനെ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കാൽക്ക് പോയി ക്ഷമാപണം ചെയ്ത് നമസ്കരിച്ചിട്ട് വരാൻ. അപ്പോൾ അവർക്ക് അതിനേക്കാൾ വിഷമായി. ഗുരു നമസ്കരിച്ച് വരപ്പോൾ ഞങ്ങളും പോയി നമസ്കരിക്കണം, വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ നിങ്ങളൊക്കെ മടങ്ങി പോകാൻ പറഞ്ഞു, ബോൾഡായിട്ട് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ മടിച്ച് അറച്ചറച്ച് ഞങ്ങൾക്കും ഈ കണ്ണുപൊട്ടനെ നമസ്കരിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള വിചാരത്തോട്ട് ചെന്നപ്പോൾ, ഈ കണ്ണുപൊട്ടനെ എന്തിനാ മക്കളെ നമസ്കരിക്കണമെന്ന് അദ്ദേഹം ഉടനെ ഇവരോട് ചോദിക്കുക. നോക്കണം, ഇതാണ് അവരുടെ നില. അപ്പോൾ ഇതുണ്ടായ സംഭവം. ആരാ? ശ്രീനാരായണ ഗുരുദേവൻ. ഈ രഘുഗണൻ ചോപ്പിച്ച മഹാത്മാവിനെ പോലെ, ഭരതയോഗീശ്വരനെ പോലുള്ള യോഗീശ്വരനാണ് ഈ നാരായണ ഗുരുദേവൻ. ഇതേപോലെയുള്ള യോഗീശ്വരനാണ് ഈ മണ്ണൂർ സ്വാമികളും. അവർക്ക് പരസ്പരം മനസ്സിലായി. അജ്ഞാനിക ലോകത്തിന് മനസ്സിലാവുമോ? ഇങ്ങനെയാണ് പലപ്പോഴും നമുക്ക് പറ്റണത് കേട്ടോ. അതിനാണ് ഈ കഥകളൊക്കെ അങ്ങനെ പറ്റരുത് എന്ന് പറയാൻ വേണ്ടി, തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നത്തം. ഇവിടെ രഘുഗണൻ ഈ ശരീരാഭിമാനിയാണ്, അതുകൊണ്ട് ഈ മഹാത്മാവും ശരീരാഭിമാനിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കളിയാക്കിയിട്ട് പറഞ്ഞു. എന്താ അങ്ങനെയുള്ള പറഞ്ഞാലുള്ള ഗുണം? അഭിമാനികൾക്ക് ഇങ്ങനെ അപമാനിക്കുന്നത് വേദന ഉണ്ടാക്കും, വിഷമുണ്ടാക്കും, ദുഃഖം ഉണ്ടാക്കും. അപ്പോഴോ ഈ വേണ്ടാത്ത ചീത്ത കേൾക്കണ്ട വെച്ചിട്ട് മര്യാദയ്ക്ക് ഇദ്ദേഹം പല്ലക്കെടുത്ത് നടന്നാലായില്ലോ എന്നൊരു പക്ഷേ ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വക്രോക്തി കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഈ രഘുഗണൻ ഈ യോഗീശ്വരനോട് ഇപ്രകാരം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ സമയത്ത് ഒരു അത്ഭുതം ഉണ്ടായി. ഈ ജന്മത്തിൽ നാളിതുവരെ ഒരാളോടും ഒരക്ഷരം ഉരിയാടിയിട്ടില്ലാതെ മൗനിയെ പോലെ ആള്, ബന്ധവും ഒരാളോട് സ്ഥാപിച്ചിട്ടില്ലാത്ത ഒരാള്, ഈ രഘുഗണന് ഇങ്ങനെ പറഞ്ഞ സമയത്ത്, അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ പറഞ്ഞ സമയത്ത്, അദ്ദേഹത്തോടുള്ള വാത്സല്യം കൊണ്ടും കാരുണ്യം കൊണ്ടും നിരന്തരം നിർത്താതെ ധോരമുറിയാതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി നടത്തും. ആ പറഞ്ഞത് മുഴുവനും ഒരു ബ്രഹ്മജ്ഞാനിയുടെ ലക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് യാഗശാസ്ത്രങ്ങളിൽ, നമ്മുടെ അധ്യാത്മശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടോ, ആ ലക്ഷണങ്ങളെല്ലാം ഉള്ള ഒരാളാണെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ഇങ്ങനത്തെ വാക്കുകൾ വരുള്ളൂ പുറത്തേക്ക്. ഇദ്ദേഹം ജഡനല്ല, ഉന്മത്തനല്ല, ഭ്രാന്തനല്ല, മഹായോഗീശ്വരനാണ് എന്ന് മനസ്സിലാക്കിയത് ഈ രഘുഗണനാണ്. ഈ രഘുഗണന് ആ വാക്കുകൾ കേട്ട സമയത്ത് ഉടനെ തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ അഹങ്കാരം പമ്പ കടന്നു എന്നുള്ളതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അങ്ങ് എന്നെക്കുറിച്ച് പറഞ്ഞുവല്ലോ, ആ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. അങ്ങ് വാസ്തവത്തിൽ കളിയാക്കിക്കൊണ്ടാണ് എന്നെക്കുറിച്ച് പറഞ്ഞതെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് കളിയല്ല, അത് പരമാർത്ഥമാണ്. അതെന്താ കാരണം? ആർക്കാ തടിക്കല്, ആർക്കാ മെലിയല്, ആർക്കാ ഭാരം ചോന്ന ക്ഷീണം ഉണ്ടാവല്? എനിക്കിതൊന്നുമില്ല. ഭാരം വഹിപ്പോന് അണയേണ്ട ദേശം പീപത്വമിമാതിരി മൗഢ്യമൊന്നും ഈയുള്ളവന്നില്ല. അതുകൊണ്ട് വീര നേരോദിനി വഞ്ചനയല്ല തെല്ലും. സംസ്കൃതമായതുകൊണ്ട് അതിന് മലയാള ശ്ലോകം പറയാം, വേഗം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞത്? രാജാവ് ദേഷ്യപ്പെട്ട്, നീ എന്താ വിചാരിച്ചത്, ഞാൻ ആരാന്നാ വിചാരിച്ചത്, നീ ആദ്യം അങ്ങനെ കളിയാക്കി പറഞ്ഞപ്പോൾ അദ്ദേഹം ശരിക്കും നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇദ്ദേഹത്തിന്റെ വക്രോത്തി കൊണ്ട് അദ്ദേഹത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം പഴയമാതിരി പിന്നെ നടന്നു. ആ സമയത്ത് രാജാവിന് കുറച്ചും കൂടി മരിശം വന്നു. ഞാൻ ആരാന്ന് നീ നിരീച്ചു, നിന്നെ നല്ല ശിക്ഷ തരും ഞാൻ ഇവിടുത്തെ രാജാവാണ്, നീ ഭൃത്യനാണ്, എന്നെ സേവിക്കേണ്ടവനാണ്, ജീവച്ഛവമാണോ നീ, ഇങ്ങനെയൊക്കെ കളിയാക്കി. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അങ്ങ് പറഞ്ഞത് നേരോതി വീര, വഞ്ചനയല്ല തെല്ലും, നീ പറഞ്ഞത് സത്യമാണ് കേട്ടോ, ഒരിക്കലും നുണമല്ല. എന്താ? ഭാരം വഹിപ്പോന് അണയേണ്ട ദേശം. അങ്ങ് പറഞ്ഞു, ഞാൻ ഭാരം വഹിച്ച് നടന്നു, അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടാവും. ഒരാൾക്ക് നടക്കണം പോകണമെന്ന് വെച്ചാൽ എത്തേണ്ട ഒരു സ്ഥലം ഉണ്ടാവണ്ടേ, വേണ്ടേ?
നമുക്കിപ്പോൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു, തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരണം, തൃശ്ശൂരുണ്ട്, ഇവിടെയുണ്ട്, ഞാൻ അവിടെയുണ്ട്, ഞാൻ ഇവിടെയില്ല, അപ്പം എനിക്ക് ഇങ്ങോട്ട് വരാം, ശരിയല്ലേ? എന്നാൽ ആകാശം, സ്പേസ്, തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് സ്പേസ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. നമ്മൾ പോണേടത്തേക്കൊക്കെ ആകാശം ഒപ്പം വരേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് പ്ലെയിൻ പോണു എവിടേക്ക്? ബോംബെക്ക് ഫ്ലൈറ്റ് ഇവിടുന്ന് പറക്കും. ഇവിടുന്ന് സ്പേസ് ഒപ്പം കൂടെ പറക്കണോ? വേണ്ട. എന്താ കാരണം? ആകാശം അവിടെയുണ്ട്, ഇവിടെയുണ്ട്, സർവത്രയുണ്ട്. ഈ ആകാശം പോലെ സർവവ്യാപിയായിരിക്കുന്ന ആത്മസ്വരൂപമാണ് താനെന്ന് സാക്ഷാത്കരിച്ച് ആ ആത്മാരാമനായിരിക്കുന്ന മഹാത്മാവാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം താൻ ഇല്ലാത്തൊരിടമുണ്ടെങ്കിലേ പോകേണ്ട ആവശ്യമുള്ളൂ. ഇല്ലാത്ത ഇടത്തേക്ക് ഉള്ളിടത്തുനിന്ന് പോകാം. എങ്ങും നിറഞ്ഞിരിക്കുന്ന വസ്തു എവിടെ നിന്ന് എവിടേക്ക് പോകും? ഇതാ ചോദ്യം. അപ്പൊ അങ്ങ് ഞാൻ പല്ലക്കെടുത്ത് നടന്നു എന്ന് പറഞ്ഞതേ അബദ്ധം. ഞാൻ പല്ലക്കെടുത്തിട്ടില്ല, ഞാൻ നടന്നിട്ടില്ല, എനിക്ക് ക്ഷീണം ഇല്ല. എന്തുകൊണ്ട്? എനിക്ക് എത്തേണ്ട ദേശമില്ല, ഞാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുക. പിന്നെ അങ്ങ് പറഞ്ഞു തടിച്ചു, മെലിഞ്ഞു, അങ്ങ് വളരെ ക്ഷീണിച്ചു. വാസ്തവത്തിൽ ഞാൻ തടിയനാ, ശരീരം നല്ല തടിയുണ്ട്, അതിനെ കളിയാക്കിക്കൊണ്ട് മെലിഞ്ഞു പോയി എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ കുറേ നേരമായിട്ടില്ല, എടുത്തിട്ട് ഇപ്പം എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഒട്ടും ക്ഷീണം ഉണ്ടാവാൻ വയ്യ. എന്നിട്ടാണ് കളിയാക്കിക്കൊണ്ട് കുറേ നേരമായി എടുത്ത് നടക്കണം, അതുകൊണ്ട് ക്ഷീണം ഉണ്ടാവുന്നത്. ഒറ്റയ്ക്കെല്ലാം നടക്കണം, 4 പേര് കൂടിയാ. ഇതൊക്കെ പരിഹസിച്ച് പറഞ്ഞതാ. വാസ്തവത്തിൽ അതൊക്കെ ഈ ദേഹത്തെ ചുറ്റിപ്പറ്റിയിട്ടല്ലേ രാജൻ അങ്ങ് പറഞ്ഞത്? പീപത്വം, തടിക്കുക, മെലിയ, തൗല്യം, കാർശ്യം, വ്യാധയ, ആധയശ്ച. തടിക്കുക, മെലിയ ആരുടെ ധർമ്മ? ഈ ദേഹധർമ്മ. സ്ഥൂലസ്യ സംഭവജരാ മരണാദി ധർമാഹ സ്ഥൗല്യാദയോ ബഹുവിധ ജനനാദ്യവസ്ഥാഹ വർണ്ണാശ്രമാദി നിയമാഹ. ആചാര്യസ്വാമികൾ വിവേകചൂടാമണിയിൽ പറയും, ഈ സ്ഥൂല ശരീരത്തിനുള്ള ധർമ്മങ്ങളാണ് തടിക്കുക, മെലിയ, സൂക്കേട് വരിക, ജനിക്കുക, മരിക്കുക, വർദ്ധിക്കുക, ക്ഷയിക്കുക. 6 മാറ്റങ്ങൾ ഇതിനുണ്ട്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ശിശുതാദി അവസ്ഥ. ശിശു, യുവാവ് മുതലായ അവസ്ഥകൾ ഈ ശരീരത്തിനുണ്ടായിരുന്നു. പക്ഷേ നമുക്കുണ്ടോ? ഞാൻ ശിശുവായിരുന്നു, ഞാൻ തന്നെ കുമാരനായി, ഞാൻ തന്നെ യുവാവായി, ഞാൻ തന്നെ ഇപ്പോൾ വൃദ്ധനായിരിക്കണം. അപ്പം എനിക്ക് മാറ്റമുണ്ടോ? ശരീരത്തിനാണ് മാറ്റം. പക്ഷെ ഈ ശരീരമാണ് ഞാനെന്നെടുത്തുകൊണ്ട് ശരീരത്തിന്റെ മാറ്റത്തെ നമ്മിൽ ആത്മാവായി നമ്മിൽ ആരോപിച്ചുകൊണ്ടാണ് നമ്മുടെയൊക്കെ വിചാരം, ഞാൻ വയസ്സനായില്ലോ, എനിക്ക് ആരും ഇല്ലാണ്ടായില്ലോ, ഞാൻ ഒറ്റയ്ക്കായില്ലോ. ആരെങ്കിലും പറയാറുണ്ടോ വൃക്ഷങ്ങൾക്ക് വയസ്സാവണു, ചെടികൾ നട്ടതിന് വയസ്സാവുന്നു, ട്രീസ് ആർ ഗെറ്റിംഗ് ഓൾഡ് എന്ന് പറയാറുണ്ടോ ആരെങ്കിലും? ട്രീസ് ആർ ഗ്രോയിങ്, പ്ലാന്റ്സ് ആർ ഗ്രോയിങ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ആർ ഗ്രോയിങ് എന്നല്ല പറയുക, വി ആർ ഗെറ്റിംഗ് ഓൾഡ്, ഐ ആം ഗെറ്റിംഗ് ഓൾഡ്, ഐ ആം എലോൺ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുക. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ശക്തി താതാത്മ്യം എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ മനസ്സിലാക്കാതെ ഈ ഭൃഗുഗണന്റെ ഉപദേശം പരമവേദാന്തമാണെന്നർത്ഥം. മനസ്സിലായോ? വേദാന്ത സാരമാണെന്നർത്ഥം. അപ്പൊ എങ്ങനെയാണ് ഈ ശരീരത്തിന്റെ ധർമ്മങ്ങള് ആ ശരീരത്തെ അറിയുന്ന ആ സാക്ഷിയാവുന്ന തന്നെ ബാധിക്കുക? ശരീരം ദൃശ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ശരീരത്തെ കാണുന്നവനാണ്. ശരീരം ജഡമാണ്. നാം ജഡാണോ? ജഡാണെന്ന് നമുക്ക് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? ജഡത്തിന് അറിയാൻ കഴിയില്ല ഒന്നിനെയും. ഈ മേശ അറിയണില്ല, നമ്മളിരിക്കുന്ന കസേര ഒന്നിനെ അറിയുന്നില്ല, ഈ മൈക്ക് ഒന്നിനെ അറിയണില്ല. ജഡം അറിവിയില്ല. നാരായണ ഗുരുദേവൻ, ജഡം അറിവിയില്ല. ജഡത്തിന് ഒന്നിനെ അറിയാനൊക്കില്ല. ചൈതന്യധർമ്മമാണ് അറിവ്. ബോധസ്വരൂപിയാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന അർത്ഥം. ബോധം, ചൈതന്യം, ആത്മാ, കോൺഷ്യസ്നസ്, അവയർനെസ് എന്നൊക്കെ പറയണത് ഒരേ വസ്തുവിന്റെ പേരാണേ, പലതല്ല എന്നർത്ഥം. ചിത്ത് ചിത്സ്വരൂപനാണ്, ദൃക്സ്വരൂപനാണ്, ഇതൊക്കെ പറയും. ക്ഷത്രജ്ഞനാണ്, അങ്ങനെയൊക്കെ പറയാം. ഈ ഉപദേശത്തിന് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും പരസ്പര വിരുദ്ധ സ്വഭാവത്തോടു കൂടിയതാ. ഒന്ന് ഇരുട്ടും മറ്റൊന്ന് വെളിച്ചവും പോലെ എന്നർത്ഥം. ജഡവും ചൈതന്യവും എങ്ങനെ ഒന്നാവും? ദൃക്കും ദൃശ്യവും ഒന്നാവും. ഈ മൈക്കിനെ ഞാൻ കാണുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ മൈക്കാവും? ഇല്ല. ഞാൻ ഒന്നിനെ അറിയണമെങ്കിൽ ആ അറിയുന്ന വസ്തു എന്നിൽ നിന്ന് ഭിന്നമാവണം, എന്നാലേ അറിയൽ നടക്കുള്ളൂ അല്ലേ? കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവും ഭിന്നമായിരിക്കണം, ഒന്നായിരുന്നാൽ കാണൽ നടക്കില്ല. അപ്പൊ ദൃക്കും ദൃശ്യവും വേറെ. ദേഹം ജഡമാണെന്ന് അറിയുന്നത് ഞാൻ ജഡല്ല, ഞാനുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണു. ദേഹം സ്വയം തന്റെ നിലനിൽപ്പിനെ അറിയുന്നില്ല. നാം ഉണ്ട് എന്ന് നാം അറിയുന്നു, ദേഹമുണ്ട് നമ്മൾ അറിയണു, മനസ്സുണ്ട് നമ്മൾ അറിയണു, ദേഹം തടിച്ചു എന്നറിയണു, ദേഹം മെലിഞ്ഞു എന്നറിയണു, ദേഹത്തിന് പണ്ടത്തെ മാതിരിയുള്ള ആരോഗ്യമില്ല എന്നറിയണു, ശരീരത്തിന് രോഗം വന്നു എന്നറിയണു, മനസ്സിന് നേരത്തെ സമാധാനം ഉണ്ടായിരുന്നു, ഇപ്പൊ സമാധാനം പോയി എന്നറിയണു, മനസ്സിന് ഇപ്പൊ സ്വസ്ഥതയില്ല, കുറച്ച് കഴിയുമ്പോൾ സ്വസ്ഥത ഉണ്ടായിരുന്നു അറിയണു. ഇങ്ങനെ മനസ്സിന്റെ വിവിധമായ ഭാവങ്ങൾ, മെന്റേഷൻ, വികാരങ്ങള്, വിചാരങ്ങള്, ചിന്തകള്, ആദർശങ്ങള്, ആശയങ്ങള്, ഇങ്ങനെ തുടങ്ങിയാൽ എന്തെല്ലാമുണ്ട്. ഇതിങ്ങനെ പുഴയിലെ വെള്ളം ഒഴുകണ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. സൂക്ഷിച്ചു ചിന്തിച്ചു നോക്കൂ.
ഇതൊക്കെ ആരാണ് വന്നു എന്നും പോയി എന്നും അറിയണത്? വരാതെയും പോകാതെയും നിൽക്കണ ഒരുത്തനല്ലേ അറിയാൻ പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഇന്നത്തെ കാലത്ത് വേഗം മനസ്സിലാവും. ഉദാഹരണം, അച്ഛനും അമ്മയും രണ്ടുപേര് ജോലിക്ക് പോയില്ലേ, എങ്ങനെ ജീവിക്കാൻ എൻ്റെ സ്വാമി? സ്വാമിമാർക്ക് ദക്ഷിണ കിട്ടും, ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ. അതുകൊണ്ട് അച്ഛനും ജോലി, അമ്മയും ജോലി, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, രാവിലെ എല്ലാവരും പെട്ടി പൂട്ടി പോയി. അപ്പോൾ അവിടെ വാട്ടർ ബില്ലുകാരൻ വന്നു, ഇലക്ട്രിസിറ്റിയുടെ ബില്ലുകാരൻ വന്നു, ഗ്യാസുകാരൻ വന്നു, പലരും, പാലുകാരൻ വന്നു, പലരും വന്നു. ആരെ കണ്ടിട്ട് പോവാ? പത്രക്കാരൻ പലരും വന്നിട്ടുണ്ടാവും. അപ്പോൾ ആരാന്ന് വന്നതെന്ന് എല്ലാവരും വൈകുന്നേരം ഓരോരുത്തരായിട്ട് ഓരോ സമയത്തായിട്ട് വരും. ആർക്കും അറിയോ ഇന്നാരാ വന്നതെന്ന്? ആരോട് ചോദിക്കും, വാതിൽ പൂട്ടിയിട്ട് പോയി. നേരെ മറിച്ചൊരു മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു ഇരിക്കട്ടെ. ആരൊക്കെയാന്ന് വന്നത്? ഇന്ന് പാൽക്കാരൻ വന്നിരുന്നു, ഇന്ന് ഗ്യാസ് വന്നിരുന്നു, ഇന്ന് പത്രക്കാരൻ വന്നിരുന്നു, ഇന്ന് ഇന്ന ആൾക്കാരൊക്കെ വന്നു. എവിടെയും പോകാതെയും വരാതിരിക്കണ ആ മുത്തശ്ശനോ മുത്തശ്ശിക്കോ പുറത്തു പോയി തിരിച്ചു വരുന്ന വീട്ടുകാരോട് അറിയിക്കാൻ പറ്റും. ശരിയോ? ഇതുപോലെ നമ്മിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങള്, സുഖം വന്നുപോയി, ദുഃഖം വന്നുപോയി, ജാഗ്രത അവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. അത് വന്നു. ജാഗ്രത അവസ്ഥയുണ്ട് എപ്പോഴും. നമ്മൾ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സുഷുപ്തിയിലേക്ക് പോകുന്നുണ്ട് പല ആൾക്കാരും, മഹാഭാഗ്യശാലികള്. നിദ്രാ സമാധി സ്ഥിതി എന്നാണ് ആചാര്യസ്വാമികൾ പറയണേ. അതുകൊണ്ട് ഈ പ്രഭാഷണത്തിലെങ്കിലും ഉറക്കം വന്നില്ല എന്ന് വെച്ചാൽ മഹാപാപം ചെയ്തിരിക്കണം നമ്മള്. കാരണം ഉറക്കം പുണ്യം ചെയ്തവർക്കേ കിട്ടുള്ളൂ. വെറുതെ അല്ലേ പറഞ്ഞേക്കണത്? ഉറക്കം പോലും ഇല്ലെങ്കിൽ ഒരാൾക്ക് ജീവിതത്തിൽ ദുഃഖം മറക്കാൻ പറ്റുമോ? അപ്പോൾ ഉറക്കം വീട്ടിലിരുന്നിട്ട് കിട്ടണില്ല. അപ്പോൾ നല്ല വേദാന്ത പ്രഭാഷണത്തിന് പോയാൽ നല്ല ഉറക്കം വന്നുവെങ്കിൽ വളരെ നല്ല കാര്യം. അതെങ്കിലും കിട്ടിയല്ലോ. അപ്പൊ നോക്കൂ, ജാഗ്രത അവസ്ഥ വന്നുപോയി, സ്വപ്നാവസ്ഥ വന്നുപോയി, സുഷുപ്തി അവസ്ഥ വന്നുപോയി. ഈ മൂന്നവസ്ഥയും വന്നുപോയി എന്ന് ആരറിയണു? വരാണ്ടും പോവാണ്ടും നിന്നവനല്ലേ അറിയാൻ പറ്റുള്ളൂ. ആരാ അറിഞ്ഞത്? ഞാനല്ലേ അറിഞ്ഞത്, നമ്മളല്ലേ. അപ്പൊ നമ്മൾ ഈ വന്നു പോയതാണോ അതോ വരാതെ വന്നതിനെയും പോണേനെയും കണ്ടോനോ? പക്ഷെ നമ്മളിപ്പോ എന്താ ധരിക്കണത്? ഈ വന്നതും പോയതുമായ ചിന്തകളോടും അനുഭവങ്ങളോടും അവസ്ഥകളോടും കയറി കുടുങ്ങി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അതാതിന്റെ അനുഭവങ്ങൾ നമ്മിൽ ആരോപിച്ചുകൊണ്ട് സുഖീ ദുഃഖി ഒക്കെ ആയിക്കൊണ്ടിരിക്കുക. ഇത് മനസ്സിലാവാൻ വിഷമെന്നർത്ഥം. എന്നാലോ ഈ വരാതെയും പോകാതെയും മാറി സാക്ഷിയായി നിൽക്കുന്ന സാക്ഷിയായ ആത്മതത്വമാണ് താനെന്ന് ബോധിച്ച ആളാണ് ഈ ഉപദേശിക്കുന്ന യോഗീശ്വരൻ. അദ്ദേഹം പറയാണ്, തൈല്യം കാർശ്യം ക്ഷുത്രിടിച്ഛാചരാദിക്ലേശം രോഗം പേടി ഗർവ് ആർത്തി നിദ്ര ദ്വേഷം തോഷം തൊട്ടതാ ദേഹബുദ്ധിക്കല്ലാതുണ്ടോ ഞാനതെല്ലാം വെടിഞ്ഞോൻ. ദേഹാണ് ഞാനെന്ന് വിചാരിച്ചേ രാജാവേ, എന്നെ ചീത്ത വിളിച്ച സന്തോഷ സങ്കടം, എന്നെ നല്ലത് പറഞ്ഞ സന്തോഷം, ഗർവ് അഹങ്കാരം, ഉണർവ് ഉറക്കം സുഖം ദുഃഖം പേടി ഇഷ്ടം ഇഷ്ടക്കേട്, ഇതൊക്കെ ആർക്കാ? ഈ ദേഹാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കേ ഉള്ളൂ. ഞാനിതെല്ലാം വെടിഞ്ഞോൻ. എന്താ കാരണം? ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് സാക്ഷിയായിരിക്കുന്ന ആ സാക്ഷിബോധം ആത്മസ്വരൂപമാണ് താനെന്ന് അറിഞ്ഞുണർന്നവനാണ് ഈ യോഗീശ്വരൻ അർത്ഥം. അങ്ങനെയുള്ള ആളെ ഇതൊന്നും ബാധിക്കുന്നില്ല, നമ്മുടെ ദൃഷ്ടിയിൽ ബാധിച്ചു എന്ന് തോന്നിയാലെന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ ഏതിനുണ്ട്? ഈ സ്ഥൂല ദേഹത്തിന്റെ ധർമ്മമാണെന്നർത്ഥം. ഈ ധർമ്മങ്ങളൊക്കെ തന്നിൽ ആരോപിച്ചുകൊണ്ടാണ് നമ്മുടെ വ്യവഹാരം. അതുകൊണ്ട് അവിദ്യയിൽ അജ്ഞാനത്തിലാണ് നമ്മുടെ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ എന്നർത്ഥം. അതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ തന്നെ വിഷമം. കാരണം എല്ലാവരുടെയും വിചാരം അങ്ങനെ തന്നെയാണ്. ഇനി പറഞ്ഞു, അങ്ങ് ജീവൻ മൃതനാണോ, ഞാൻ ജീവച്ഛവമാണോ എന്ന് ചോദിച്ചു. ആരെക്കുറിച്ചാ ചോദ്യം? ശരീരത്തിന് ജീവൻ എങ്ങനെയെങ്കിലും ഉണ്ടാവുമോ? ശരീരം ജഡമാണ് അല്ലേ? ശരീരം ശവമാണ്. ശരീരത്തിന് ജീവനില്ല, ജഡമാണ്. ആ ജഡമായ ശരീരം എങ്ങനെ നടക്കും രാജൻ? ആ ജഡമായ ദേഹത്തിന് എങ്ങനെ ഭാരം ഉണ്ടാവും? നമ്മൾ ആ കസേരമേരിക്കുന്നുണ്ട്, രാവിലെ മുതൽ ഈ കസേരമേരിക്കുന്നുണ്ട്. കസേര പറയോ ഒന്ന് എണീറ്റ് തരൂന്ന്? എത്ര നേരമായി എൻ്റെ മേലിങ്ങനെ ഇരിക്കണു, എനിക്ക് വയ്യാണ്ടായിട്ടോ പറയോ? എന്നാ നമ്മുടെ മേല് വെറുതെ ഒരു സഞ്ചി, ഇപ്പൊ നമ്മളൊക്കെ സഞ്ചി കൊണ്ട് കിടക്കുന്നുണ്ട്, കുറെ കഴിയുമ്പോൾ ഈ സഞ്ചിയും ഭാരാ. ശരിയല്ലേ? കുറെ നേരം തൂക്കി തോളിലിട്ട് കഴിഞ്ഞാൽ ഈ ഷോള് പോലും ഭാരാ. നമ്മൾ റൂമിൽ പോയാൽ എന്ത് ചെയ്യുന്നു? വാതിലടച്ചു കഴിഞ്ഞാൽ എല്ലാം ഊരിയിട്ട് നമ്മൾ അപ്പോഴാണ് നമുക്ക് സുഖം. പുറത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഷർട്ട് ഇട്ടു, അതിന്റെ മേലെ ഒരു മുണ്ടും കൂടി ഇട്ടു. കുറെ കഴിയുമ്പോൾ ഇതുപോലും ഭാരാവണം. ഒരു സഞ്ചി, വെറൊരു സഞ്ചി തൂക്കിയിട്ടാൽ മതി, കുറച്ച് കഴിയുമ്പോൾ ഭാരായി ഇല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. പരമാർത്ഥത്തില് ഇതൊക്കെ ആത്മാവിൽ കോരിയിട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഈ ദേഹാദിഭാവങ്ങളൊക്കെ എന്നർത്ഥം. അതാ അപ്പൊ ഈ ദേഹത്തിന് ജഡമാണ് ദേഹം. ഈ ദേഹത്തിന് എങ്ങനെയാണ് ഭാരം ഉണ്ടാവുക? അത് ചോദിച്ചേ. ഭാരം നടന്ന് ക്ഷീണിച്ചൂലോ എന്നല്ലേ പറഞ്ഞത്? ഭാരമുണ്ടോ ഈ ദേഹത്തിന്? ഈ കസേരയും എത്ര നേരം ഇരുന്നുണ്ട്, അതിന് ഭാരം തോന്നുന്നുണ്ടോ? ഇതുപോലെ ഇതിന് ഭാരം ഉണ്ടെങ്കിലേ ഈ ദേഹത്തിന് ഭാരമുള്ളൂ. പിന്നെ ഈ ദേഹം ജഡം, ജഡമായ ദേഹത്തിന് എങ്ങനെ നടക്കാൻ പറ്റും?
പറ്റില്ല. ദേഹം നടക്കണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതിന് വേറിട്ട് അതിനൊരു ചൈതന്യം ഉണ്ടാവണമെന്ന്. കറണ്ട് ഉണ്ടെങ്കിലേ ഫാൻ തിരിയുള്ളൂ. ഫാൻ തിരിയണ മനസ്സിലാക്കാൻ കറണ്ട് ഉണ്ട്, ഫാൻ നിന്നാൽ മനസ്സിലാക്കാൻ കറണ്ട് ഇല്ല എന്ന്. ശരിയല്ലേ? അതെ. അപ്പൊ ഈ ശരീരത്തിന് ഒരിക്കലും ചൈതന്യം ഇല്ല. പിന്നെയോ ശരീരം പ്രവർത്തിക്കുന്നത് ആ ചൈതന്യം കൊണ്ടാണ്. ആ ചൈതന്യമാകട്ടെ, ആ ചൈതന്യം ഒരിക്കലും ജഡമല്ല, ശവമല്ല. ആ ചൈതന്യവും അതിനെങ്ങും പോകേണ്ട ആവശ്യമില്ല, അതെങ്ങും ആകാശം പോലെ നടന്നിരിക്കുക. പിന്നെ നടന്നു എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ക്ഷീണിച്ചു എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ശരീരത്തിനും ക്ഷീണം എന്ന് പറഞ്ഞ് ഉണ്ടാവാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ജഡവസ്തുവാണ്. ഈ ജഡശരീരത്തിൽ ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ട് ഞാൻ സൗവീര രാജാവാണ്, ഇവരൊക്കെ എൻ്റെ ഭൃത്യന്മാരാണ്, എന്നെ ഇവർ സേവിക്കേണ്ടവരാണ് എന്നൊക്കെ അങ്ങ് വെറുതെ അഭിമാനിക്കല്ലേ രാജാവേ? പിന്നെ ഇപ്പോൾ അങ്ങ് എന്നെ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നെ ശിക്ഷിച്ച് അങ്ങയുടെ കൈ വേദന എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അരച്ച വസ്തുവിനെ കുറേയും കൂടിയും അരച്ചാൽ പിഷ്ടപേഷണം എന്നാണ് അതിന് പറയാം. അരച്ചതിനെ തന്നെ പിന്നെ അരച്ചാൽ എന്താ കാര്യം? കൈ കയറെടുക്കാന്ന് മാത്രം. അങ്ങ് എന്നെ ശിക്ഷിച്ചതുകൊണ്ട് എന്നെ നേരെയാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞാൻ നേരെയായി കഴിഞ്ഞു. നേരെയാവാത്തവരെ നേരെയാക്കാം അല്ലേ? ഇനി ഉന്മത്തനെ പോലെ ഭ്രാന്തനെ പോലെ നടക്കുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ സ്വഭാവത്തെ എനിക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഞാൻ ആത്മസ്വരൂപം അറിഞ്ഞ് സാക്ഷാത്കരിച്ച് സഞ്ചരിക്കുന്ന എന്നെ അങ്ങയുടെ ശിക്ഷ കൊണ്ട് യാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. പിന്നീട് അങ്ങിപ്പോ ഇതൊക്കെ പറയണമല്ലോ. സ്വസ്വാമിഭാവം സ്ഥിരമാമിടത്തെ നിയോഗവും കർമ്മവും ഒക്കെയുള്ളൂ. അങ്ങ് ചക്രവർത്തി, ഞങ്ങൾ ഭൃത്യന്മാർ പറഞ്ഞു, രാജാവേ നാളെ ഇതെത്ര നാളാ? ഇത് സ്ഥിരമാണോ? ഇന്ന് അങ്ങ് ചക്രവർത്തി ആയിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഭൃത്യന്മാരെന്ന് പറഞ്ഞു. നാളെ അങ്ങയുടെ ഈ സ്ഥാനം പോയാൽ ഞാൻ ആ സ്ഥാനത്ത് വന്നാലോ? അങ്ങ് ഭൃത്യനായി ഞാൻ ചക്രവർത്തിയായില്ലേ? ഇത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാനും ഒരു കാലത്ത് ചക്രവർത്തിയായിരുന്നു അല്ലേ? ഭരതൻ എന്ന ചക്രവർത്തിയായിരുന്നു. അത് നല്ല ബോധമുണ്ട്. ഇപ്പോൾ അത് സാധ്യമല്ല എന്നർത്ഥം. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. അപ്പൊ ഇതിന് സ്ഥായി ഭാവമുണ്ടോ? ശാശ്വത ഭാവമുണ്ടോ? ഇതറിയാതെയല്ലേ അജ്ഞാനത്താൽ ഭ്രമിച്ചുകൊണ്ട് ഇതൊക്കെ സ്ഥായിയാണ്, ഞാൻ ഈ ദേഹമാണ്, ഇതിന്റെ അന്തസ്, ഇതിന്റെ പണം, ഇതിന്റെ പ്രതാപം, ഇതിന്റെ സ്ഥാനം, ഇതിന്റെ മാനം, ഇതിന്റെ ഔദ്യോഗിക പദവി, ഇതിന്റെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ നമ്മൾ കുതിര കയറുക, കട്ടപ്പെടുത്തുക, അല്ലേ? ഇതൊക്കെ സ്ഥായിയായി നിൽക്കുന്ന വിചാരം. ഇതൊന്നും സ്ഥായിയല്ല അല്ലേ? മാക്കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം. കാലം ഒരു നെടിയിട കൊണ്ട് ഇതിനൊക്കെ അപഹരിക്കും. അതുകൊണ്ട് ഗർവം മാകുരു എന്ന് ആചാര്യസ്വാമികൾ ഭജഗോവിന്ദത്തില്. എന്തില്? ധനത്തില്, ജനത്തില്, ജനസ്വാധീനത്തില്, പല സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവാം നമുക്കെന്നർത്ഥം. ഇതാണ് ഈ തത്വം അറിഞ്ഞ ആളാണ് ഈ യോഗീശ്വരൻ. അതുകൊണ്ട് ഈ സ്വാമി ഭൃത്യന്യായവും സത്യമല്ല പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഈ വ്യവഹാര ദൃഷ്ട്യ അങ്ങ് പറഞ്ഞാണെങ്കിൽ ഈ വ്യവഹാരം പരമാർത്ഥം അറിയുന്നവര് തത്വദൃഷ്ട്യ ഈ വ്യവഹാരത്തെ സത്യമായിട്ട് വിചാരിക്കാറില്ല അത്രയെന്നർത്ഥം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ അവസാനത്തെ ഈ ശരീരമാണിതെന്നും തൻ്റെ ആ പ്രാരബ്ധം അനുഭവിച്ചു തീർക്കുകയാണെന്ന് അറിയുന്ന മഹാത്മാവ് യാതൊരു പരാതിയും കൂടാതെ വീണ്ടും മിണ്ടാണ്ട് പലക്ക് തുടങ്ങും. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് ഇത് സാധാരണ ഒരാളല്ല, തനിക്ക് അബദ്ധം പറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജാവ് ഉടനെ പല്ലക്കിൽ ചാടി താഴെ വീണു, അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു, മാപ്പ് പറയണു, അങ്ങ് ആരാണെന്ന് വെളിപ്പെടുത്തണം, എനിക്ക് ഇതിനേക്കാൾ വലിയൊരു അപരാധം ഉണ്ടാവാനില്ല, ബ്രഹ്മജ്ഞാനികളെ അവമാനിച്ചാലുണ്ടാവുന്ന മഹാപാപത്തിന് പ്രായശ്ചിത്തമില്ല, അതാണ് എനിക്ക് സംഭവിച്ചത്, ഞാൻ രാജാവാണെന്നുള്ള ഗർവ് കൊണ്ട് ഞാൻ അങ്ങേ എങ്ങനെയൊക്കെ ദ്രോഹിച്ചു, അവമാനിച്ചു, ക്ഷമിക്കണം ക്ഷമിക്കണം. ആരാണ്? ഗൂഢം ചരിക്കും ദിജനാരുവാൻ നീ, കാണുന്നു പൂണൂലവധൂതനാർ നീ, ആർദൻ സുതൻ വന്നതും എങ്ങു നിന്നൻ, ക്ഷേമത്തിനായി വന്നൊരു വിഷ്ണുവോ നീ. ചോദിക്കുകയാണ്, ആരാണങ്ങ്? സാക്ഷാൽ വിഷ്ണു ഭഗവാനോ? ഏതൊരു കപില ഭഗവാനെ കാണാൻ ഞാൻ പോകുന്നു, ആ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കാൻ ഇങ്ങോട്ട് വന്നുവോ? ആ ഒരു പൂണുനൂല് കാണുകൊണ്ട് ബ്രാഹ്മണനാണെന്ന് വിചാരിക്കണു, അങ്ങ് ഏതോ ഒരു അവധൂതനാണെന്ന് ഞാൻ വിചാരിക്കണു, ഏതോ ആത്മസാക്ഷാത്കാരം കൈവരിച്ച ഏതോ ഒരു മഹാത്മാവ് വേഷം നാറി സഞ്ചരിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കണു. എനിക്ക് ഇന്ദ്രന്റെ വജ്രായുധത്തിൽ നിന്നോ അർക്കേന്തു വായു അഗ്നി കുബേരബാണം ഇന്ദ്രന്റെ വജ്രം യമദണ്ഡവും ഞാൻ ഭയപ്പെടുന്നില്ല, ഹരന്റെ ശൂലത്തെയും ദ്വിജേന്ദ്രാവമതിക്ക് തുല്യം. മഹാത്മാക്കളെ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ ആ മഹാഭാവത്തിന് പ്രതിവിധിയില്ല. ശരീരം കൊണ്ട് ചെയ്താൽ പിന്നെ പറയണോ? അപ്പോൾ ഇന്ദ്രന്റെ വജ്രായുധത്തെയോ യമന്റെ ദണ്ഡായുധത്തെയോ ഹരന്റെ ശൂലായുധത്തെയോ ഒന്നും ഞാൻ ഭയപ്പെടുന്നില്ല. അതിനേക്കാൾ ഭയപ്പെടുന്നത് മഹനിന്ദ എന്ന പാപത്തെയാണ് അത്ര. അതെനിക്ക് സംഭവിച്ചു പോയില്ലോ. ആരാണ്? സത്യം പറയൂ. ഞാൻ
യോഗസാരം, ശാസ്ത്രസാരം, മോക്ഷരഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി പുറപ്പെട്ട ഒരു ജിജ്ഞാസുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തെറ്റുപറ്റിയതിൽ വിഷമുണ്ടായി തീർന്നതും. എന്നിട്ട് പറഞ്ഞു, യോഗേശ്വരന്മാരുടെ രീതി കാൺമത് എമ്മട്ടൊരന്ധൻ ഗൃഹദാരസക്തൻ. വിഷയാസക്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മഹാത്മാക്കളുടെ, ജീവൻ മുക്തൻ മഹാത്മാക്കളുടെ ആ മഹിമ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അതങ്ങ് പുറത്ത് മറത്ത് എനിക്ക് മാപ്പ് തരണം. മാത്രമല്ല, അങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം കൂടി. അതെന്താ? ഞാൻ യുദ്ധത്തിന് പോവാറുണ്ട്, രാജാവാണല്ലോ. ഞാൻ യുദ്ധത്തിന് പോകുമ്പോൾ കുറേ യുദ്ധം ചെയ്താൽ എനിക്ക് ക്ഷീണം ഉണ്ടാവാറുണ്ട്. രാജാവിന് യുദ്ധം, നമ്മൾ കുറേ നേരം നടന്നു വന്നിരിക്കട്ടെ, നമ്മളിപ്പോൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് ഇവിടെ വരെ നടന്നു നോക്കിട്ടെ, കാല് കഴിക്കില്ലേ കുറച്ച് ചെയ്യുമ്പോൾ, ഇല്ലേ? അപ്പോൾ വ്യവഹാരം സത്യമല്ലേ? അപ്പോൾ ദേഹത്തിന് വരുന്ന ക്ഷീണം നമുക്ക് ഉണ്ടാവണില്ലേ? ഉണ്ടാവുണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ വിശക്കുണ്ട്, ദാഹിക്കുന്നുണ്ട്, ആഹാരം കഴിയുമ്പോൾ വിശപ്പ് മാറുന്നുണ്ട്, വെള്ളം കുടിക്കുമ്പോൾ ദാഹം മാറുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കും അത് കഴിഞ്ഞപ്പോൾ ചായക്ക്, അല്ലേ? ഇപ്പം സത്യമല്ലെങ്കിൽ, വ്യവഹാരം സത്യമായില്ലെങ്കിൽ, അപ്പം ശരീരധർമ്മം എനിക്കില്ലെങ്കിൽ, എനിക്ക് ദാഹിക്കണമെന്ന് തോന്നിയോണ്ടല്ലേ ഞാൻ വെള്ളം കുടിച്ചത്, കാപ്പ് കുടിച്ചത്, അല്ലെങ്കിൽ വെള്ളം കുടിച്ചത്? എനിക്ക് വിശക്കണമെന്ന് തോന്നിയോണ്ടല്ലേ ഞാൻ ആഹാരം കഴിച്ചത്, അല്ലേ? അതെ. അപ്പം ക്ഷീണം പ്രയത്നിക്കുകയിലുണ്ട് എനിക്കും, ഔവണ്ണം ഭവാനും വരുമെന്ന് നൂനം. എനിക്ക് ഈ ശരീരം പ്രയത്നിച്ചാൽ വിഷമുണ്ടാവുന്നുണ്ട്, കഷ്ടമുണ്ടാവുന്നുണ്ട്, ക്ഷീണം ഉണ്ടാവുന്നുണ്ട്, വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങേക്കും അതുപോലെ ഉണ്ടാവില്ലേ? ഇതില്ല എന്നങ്ങ് പറഞ്ഞുല്ലോ. അതെങ്ങനെ ശരിയാവുന്ന? അതായത് ഇത് സാധാരണക്കാരൻ്റെ ലോകവ്യവഹാരത്തിന് വിരുദ്ധമാണല്ലോ ദേഹി പറഞ്ഞത്. എനിക്കിതൊന്നുമില്ല, ഞാൻ പല്ലക്ക് എടുത്തിട്ടില്ല, ഞാൻ പല്ലക്ക് എടുത്തിട്ടുണ്ടെങ്കിലല്ലേ, ഞാൻ നടന്നിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് ക്ഷീണം എന്ന് പറഞ്ഞൊന്നുണ്ടാവുള്ളൂ. ഞാൻ പല്ലക്ക് എടുത്തിട്ടുമില്ല, നടന്നിട്ടുമില്ല, എനിക്ക് എവിടെ എത്തേണ്ടടോ ഇല്ല. ഞാൻ ആകാശം പോലെ എങ്ങും നിറഞ്ഞിരിക്കുന്ന ആത്മാവാണ്. അതിന് ജന്മമില്ല, മരണമില്ല, തടിപ്പില്ല, മെലിയിലില്ല, സുഖമില്ല, ദുഃഖമില്ല, ജരയില്ല, നരയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഇതൊക്കെയാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ. ഇത് സാമാന്യ ബുദ്ധിക്ക് ദഹിക്കാൻ വിഷമമല്ലേ? കാരണം എന്താ? സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്, തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഉദാഹരണം ചോദിക്കുക, നീർ കൊണ്ടുവന്നെങ്കിൽ ഘടാതിയുണ്ടെന്നൂഹ്യം സമൂലം വ്യവഹാരമേവം. കാര്യകാരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് ഈ വ്യവഹാരം എന്നർത്ഥം. മണ്ണ് ഉണ്ടെങ്കിലല്ലേ കുട ഉണ്ടാവുള്ളൂ, ആ കുട ഉണ്ടെങ്കിലല്ലേ വെള്ളം കൊണ്ടുവരാൻ പറ്റുള്ളൂ. വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞു, വെള്ളം എങ്ങനെ എടുത്തുകൊണ്ടുവരാൻ പറ്റും? വെള്ളം ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ടു, ആ പാത്രം സത്യമല്ലേ? അല്ല, പാത്രം സത്യമല്ല എന്നാ പറഞ്ഞേ. കുടം സത്യമല്ല, പിന്നെയോ മണ്ണാണ് സത്യം. എങ്കിലെങ്ങനെ വെള്ളം കൊണ്ടുവരാൻ പറ്റും? മണ്ണിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുടമില്ല എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ വ്യവഹാരം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? തീ ചൂട് പാത്രത്തിന് തട്ടിയാൽ പാൽ തിളച്ചു വേവുന്നിതു തണ്ടുലം തഥാ. ദേഹേന്ദ്രിയ ആസ്വാദിയോടുള്ള സംഘം കൊണ്ട് ഈ ഭവം ജീവനുമുണ്ട് നിർണയം. മനോഹരമായ ഉദാഹരണം മനസ്സിലാവുന്നത്. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു, അടുപ്പത്ത് പാത്രം വെച്ചു, പാൽ എരിച്ചു, എന്നിട്ടോ പാൽ തിളച്ചു, അതിൽ അരി കഴുകിയിട്ടു. കുറെ കഴിഞ്ഞപ്പോഴോ പായസമായി. അരി പാലോടൊപ്പം അരിയും വെന്ത് 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 കുറെ കഴിയുമ്പോൾ നല്ല പാൽപ്പായസം വാങ്ങി പഞ്ചസാരയൊക്കെ പാകത്തിനിട്ട് ഭഗവാൻ നമ്മൾ പൂജാമുറി കൊണ്ട് നിവേദിക്കണു. ഇതെങ്ങനെയാണ് ഈ അരി വെന്തത്? ഈ അരിക്ക് ചൂട് എവിടെ നിന്ന് കിട്ടി? പാലിലിട്ടോണ്ട്. പാലിൻ്റെ ചൂടല്ലേ അരിക്ക് കിട്ടിയിട്ട് അരി വെന്തത്? അതെ. പാലിന് എവിടെ നിന്ന് ചൂട് കിട്ടി? പാത്രം ചൂടായപ്പോൾ ആ ചൂടായ പാത്രത്തിൽ പാലിരിക്കൊണ്ട് പാത്രത്തിന് ചൂട് പാലിന് പകർന്നു കിട്ടി. പാലിൻ്റെ ചൂട് പകർന്ന് അരിക്ക് കിട്ടി, അങ്ങനെ അരി വെന്തു. പാത്രത്തിന് എവിടെ നിന്ന് ചൂട് കിട്ടി? നിങ്ങൾ ഗ്യാസ് ഓൺ ചെയ്തില്ലേ, കത്തിച്ചില്ലേ? അതിൻ്റെ ചൂടുകൊണ്ട്. അപ്പം ഈ സ്വയം നേരിട്ടിട്ട് ഇതിന് കിട്ടിയിട്ടില്ല, ഈ സംബന്ധം കൊണ്ട്. അതായത് തീൻ്റെ ചൂട് പാത്രത്തിനും, പാത്രത്തോട് സംബന്ധം കൊണ്ട് ആ പാലിനും, പാലോട് സംബന്ധം കൊണ്ട് അരിക്കും ചൂട് കിട്ടിയിട്ട് അത് വേവുണ്ടല്ലോ. ഇതുപോലെ ദേഹേന്ദ്രിയാസ്വാദിയോടുള്ള സംഘം കൊണ്ട് ഈ ഭവം ജീവനുമുണ്ട് നിർണയം. എത്രത്തോളം കാലം ഈ ശരീരത്തോടുകൂടി ഒരു ജ്ഞാനിയും ജീവൻ മുക്തനായ മഹാത്മാവും ഇരുന്നാലും അയാൾക്ക് ഈ ശരീരത്തോട് സംബന്ധമുണ്ട്, ശരീരത്തിന് മനസ്സോട് സംബന്ധമുണ്ട്. ആ മനസ്സിന് ശരീരത്തോടും ആ മനസ്സിനോട് ഈ ആത്മാവിനും ജീവനും സംബന്ധമുള്ളതുകൊണ്ട് ആ സംബന്ധം ഹേതുവായിട്ട് ശരീരത്തിന് വരുന്ന കഷ്ടങ്ങൾ മനസ്സിന് വരുന്നത് ആ ജീവനും ആ വ്യക്തിക്കും തട്ടില്ലേ, ഉണ്ടാവില്ലേ? ഉണ്ടാവണമെന്നുള്ളതാണ് ഇപ്പം നമ്മുടെ അനുഭവേ. നമ്മളെ ഒരാൾ നല്ലത് പറഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായില്ലോ, ചീത്ത പറഞ്ഞപ്പോൾ സങ്കടം ഉണ്ടായില്ലോ, മനസ്സിന് വിഷമം തട്ടിയില്ലോ, അല്ലേ? അപ്പം എന്താ ഈ ശരീരത്തിനോടും മനസ്സിനോടും ഒക്കെ താതാത്മ്യം ചേർച്ചയോട് കൂടിയിട്ടാണ് അപ്പം ഇരിക്കണം നമ്മൾ. അപ്പം അങ്ങനെ അനുഭവമുള്ള ഒരാളാണ്, നമ്മളെ മാതിരി അങ്ങനെയുള്ള അനുഭവമുള്ള ഒരാളാണ് ഈ രഘുഗണൻ. അതിൽ നിന്ന് അതീതനാവാനുള്ള വഴി അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് ഗുരുവിനെ കണ്ടിട്ട് ചോദിക്കാൻ. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഗുരുനാഥൻ പറയണു,
ഇങ്ങനെയൊന്നുമില്ല. ശരീരത്തിന് വരണതോ മനസ്സിന് വരണതൊന്നും ആത്മാവിന് ബാധകമല്ല. ശരീരത്തിന് വരണ ശരീരത്തിന്, മനസ്സിന് വരണ മനസ്സിന്, ഇന്ദ്രിയങ്ങൾക്ക് വരണത് ഇന്ദ്രിയങ്ങൾക്ക്. ആത്മാവിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, കാഴ്ചക്കാരനാ, സാക്ഷി മാത്ര. ഇതാണ് ചുരുക്കം പറഞ്ഞത്. ഇത് ദഹിക്കാൻ വിഷമല്ലേ? ഇതാണ് ചോദ്യം എന്നർത്ഥം. പിന്നെ അങ്ങ് പറഞ്ഞുവല്ലോ, ഞാൻ രാജാവാണ്, ഞാൻ അങ്ങ് ഭൃത്യനാണ്. അത് പരമാർത്ഥമല്ല. പിന്നെ ഞാൻ അങ്ങേ ശിക്ഷിച്ചു എന്നിരിക്കട്ടെ, ശിക്ഷിച്ചാൽ അത് അരച്ചത് പിന്നെ അരക്കണ പോലെ പിഷ്ടപേഷണം പോലെ വെറുതെ ആവുന്നു. അതെങ്ങനെ ശരിയാവുക? സ്വധർമ്മരൂപം ഹരിപൂരയായി താൻ ശാസിക്കുക തൊട്ട പുണ്യം ചെയ്യുന്ന തൽക്കിങ്കരനായ മന്നൻ അരച്ചതേ തന്നെ അരക്കയാണോ? സ്വധർമ്മേണ ഹരിദോഷണം എന്നല്ലേ പറഞ്ഞേക്കണത്? രാജാവായ ഞാൻ എൻ്റെ സ്വധർമ്മമാകുന്ന ഭരണം ഈശ്വരാരാധനയായി ഹരിപൂരിയായി ഞാൻ അനുഷ്ഠിച്ചാൽ അതുകൊണ്ട് എനിക്ക് ഫലം ഇല്ലായ്മ എങ്ങനെ വരും? എനിക്ക് ഫലം കിട്ടുന്നതാണല്ലേ ശാസ്ത്രം പറയണത്, മനഃശുദ്ധി കിട്ടുന്നല്ലേ പറയണേ. അപ്പം ഞാൻ എൻ്റെ ധർമ്മം, എൻ്റെ ശാസിക്കേണ്ട ആൾക്കാരെ ശാസിക്കുകയും അത് ശിക്ഷിക്കേണ്ട ആൾക്കാരെയും ശിക്ഷിക്കുകയും, രാജാവ് എന്നുള്ള നിലയിൽ രാജാവിൻ്റെ ദൗത്യമല്ലേ, കർത്തവ്യമല്ലേ. ആ ധർമ്മം, ഡ്യൂട്ടി, കർത്തവ്യം ഞാൻ നിർവഹിച്ചാൽ അതെങ്ങനെ വെറുതെയാവും? ഹരിപൂരിയായി ചെയ്താൽ അത് വെറുതെ ആവില്ലല്ലോ, അപ്പം അരച്ചതുപോലെ ആവില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംശയമുണ്ട് എനിക്ക്. ഞാൻ മന്നനാണെന്ന മതത്തിനാൽ ഞാൻ നിന്ദിച്ചുപോയി സത്തമനാം ഭവാനെ, ആ നിന്ദയാം പാപമൊഴിഞ്ഞു കിട്ടാൻ കനിഞ്ഞിടേണം വൃഷം ആർത്തബന്ധോ. ദീനന്മാരിൽ കാരുണ്യമുള്ള മഹാത്മാവേ, ഞാൻ രാജാവാണെന്നുള്ള അഹങ്കാരം കൊണ്ട് അവിടുത്തെ മഹത്വം മനസ്സിലാക്കാതെ ഞാൻ അവിടത്തോട് നിന്ദിച്ച് പറയും, പെരുമാറും ചെയ്യുപോയി. അതൊക്കെ മറക്കണേ, പൊറുക്കണേ എന്നാ പറഞ്ഞത്. അങ്ങക്ക് ഒന്നുമില്ല. പറയാ, അഭേദധീയാൽ അഭിമാനശൂന്യൻ ജഗൽ സഖാവാണ് അങ്ങ് വികാരമറ്റോൻ. ഈ പ്രപഞ്ചം മുഴുവനും ആ ഏകനായ ആ ആത്മസ്വരൂപനായി കാണുന്ന അങ്ങയ്ക്ക് ഭേദബുദ്ധിയില്ല. അതുകൊണ്ട് അങ്ങയ്ക്ക് ആരും നിന്ദിച്ചാലും സ്തുതിച്ചാലും അങ്ങിൽ നിന്ന് ഭിന്നമായി ആരും അങ്ങ് കാണുന്നില്ല. അങ്ങനെ ഇരിക്കെ സ്തുതിക്കുന്നവനും നിന്ദിക്കുന്നവനും ഒരാളാണെന്നുള്ള ആ അനുഭൂതിയിലെത്തിയ ആൾക്ക് പിന്നെ എങ്ങനെയാ അതുകൊണ്ട് സങ്കട സന്താപം ഉണ്ടാവുമോ? ഇല്ല, അത് അങ്ങയുടെ തല. അതുകൊണ്ട് അങ്ങയ്ക്ക് അതൊരു വിഷമം ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ആ സജ്ജന നിന്ദ രുദ്രപ്രഭാവനായോനും അണപ്പുനാശം. മഹാദേവനെ പോലെ അത്രയും മഹിമയുള്ള ഒരാളായാലും ഇങ്ങനെയുള്ള മഹാത്മാക്കളെ നിന്ദിച്ചാൽ അവന് നാശമുണ്ടാവും, സർവനാശമുണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അപമാനിച്ചതുകൊണ്ട്, എൻ്റെ വിവരക്കേടുകൊണ്ട് ഞാൻ അങ്ങേ അപമാനിച്ചുകൊണ്ട് അങ്ങേക്കൊന്നും വരാൻ പോണില്ല, പക്ഷെ എനിക്ക് വരും. അതാ പറയണേ. അതായത് നമ്മൾ ഭരിക്കേണ്ടത് നമ്മുടെ വിവരക്കേട് കൊണ്ട് നമ്മൾ ഈ സ്വന്തം മഹാത്മാക്കളെ വാക്കുകൊണ്ടോ ദേഹം കൊണ്ടോ വിഷമിപ്പിച്ചാൽ, ദ്രോഹിച്ചാൽ അവർക്കൊന്നും വരാൻ പോണില്ല. പക്ഷേ ആ മഹാഭാവത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ അവരെ സ്തുതിക്കോ സേവിക്കോ ശുശ്രൂഷിക്കോ ചെയ്താൽ അതിന്റെ പുണ്യം നമുക്ക് വരും. ആത്മജ്ഞനെ പൂജിക്കുന്നവന് പുണ്യം കിട്ടും, ആത്മജ്ഞനെ നിന്ദിക്കുന്നവന് പാപം കിട്ടും. തത്കൃതദേഹ പുണ്യം ഭവതി എന്നൊക്കെ തത്വബോധത്തിൽ പറയാം. അതൊക്കെ അവിടെ ദർശികാചിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചാൽ നല്ലതാണ്. ചിന്മയ മിഷൻ അടുത്ത് തൃശ്ശൂർ നല്ല ക്ലാസ്സുകളൊക്കെ ഉണ്ട് പഠിച്ചാൽ. അപ്പോൾ കുറച്ച് വേദാന്ത തത്വം അടിസ്ഥാനം മനസ്സിലായാലേ ഇത്തരം ഉപദേശങ്ങൾ നമുക്ക് വേണ്ട പോലെ ഉൾക്കൊള്ളാനാവൂന്ന് ചുരുക്കം. ഇത്രയും കേട്ടപ്പോൾ നോക്കൂ, അദ്ദേഹത്തിനോടുള്ള വാത്സല്യം നോക്കൂ. എന്താ അത്? ഇതുവരെ മിണ്ടാണ്ടിരുന്ന ഈ മഹാത്മാവ് ഇങ്ങനെയൊക്കെ അഹങ്കാരം പറഞ്ഞ രഘുഗണനോട് എന്തിനാ പിന്നെയും പിന്നെയും പറയണത്? അപ്പം അദ്ദേഹത്തിൻ്റെ അഹങ്കാരം പോയി. അദ്ദേഹം യഥാർത്ഥ ജിജ്ഞാസുവാണ്. ഉപദേശിച്ചാൽ നന്നാവും എന്ന് കണ്ടു എന്നർത്ഥം. അതാണ് നല്ല യോഗ്യനായ ഒരു അധികാരിയെ കിട്ടാൻ കാത്തിരിക്കുകയാണ് അത്രയും സ്വന്തം മഹാത്മാക്കൾ. അവരുടെ ഉപദേശം വെറുതെ പോരുന്നേ ഉള്ളവർക്ക്. അപ്പൊ അദ്ദേഹം യഥാർത്ഥ ജിജ്ഞാസുവാണ്. യഥാർത്ഥ ജിജ്ഞാസുക്കളെ കണ്ട ഉപദേശം കൊടുക്കും. തത്വോപദേശം കൃപയൈവ കുര്യാതെന്ന് വിധിയാണ് ഗുരുവിന് വിവേചരാമണിയിൽ അല്ലേ. ബ്രാഹ്മണ വാച, സത്യം ഗ്രഹിക്കാതെ കതിപ്പു വിദ്വൽഭാവത്തിൽ നീ സത്യം അറിഞ്ഞ ഒരാളും സത്തായി പ്രപഞ്ചത്തെ നിനക്കയില്ല. ചിന്തിക്കിൽ നീ വിജ്ഞരിൽ ഉൾപ്പെടില്ല. പറയാ, നീ സത്യം അറിയാതെ വലിയ സത്യം അറിഞ്ഞ ജ്ഞാനികളെമാരെ പണ്ഡിതന്മാരെ പോലെ വിദ്വാൻമാരെ പോലെയാണ് എന്നോട് പ്രസംഗിക്കുന്നത്. സത്യമറിഞ്ഞ ഒരാളും ഈ പ്രപഞ്ചം സത്യമാണെന്ന് വിചാരിക്കില്ല. അത്രയും അർത്ഥം. ചിന്തിക്കിൽ, ആലോചിച്ച് നോക്കിയാൽ നീ തത്വം അറിഞ്ഞവനുമല്ല, അവരുടെ കൂട്ടത്തിൽ പെടില്ല. അത്രയും അർത്ഥം. ഈ ലോകം എപ്രകാരം സത്യമല്ലയോ ഇതുപോലെ തന്നെയാണ് വേദവും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡത്തിലെ യാഗങ്ങളും യജ്ഞങ്ങളും പൂജകളും ക്രിയകളും അതിന്റെ ഫലങ്ങളും അത് അനുഭവിക്കാൻ പ്രതിപാദിക്കുന്ന ലോകങ്ങളും എല്ലാം പരമാർത്ഥത്തെ സ്പർശിക്കാത്തതാണ്. അതൊന്നും പരമാർത്ഥത്തിൽ നമ്മളെ എത്തിക്കുന്നതുമല്ല എന്നർത്ഥം. സ്വപ്നാഭമാണ് ഗൃഹസൗഖ്യമെന്ന വേദോക്തി തന്നേരറിയാത്തൊരാൾക്കും വരിഷ്ഠമാം വേദവചസ്സും ആത്മതത്വം ഗ്രഹിക്കാൻ മതിയാകയില്ല. എന്ത്?
സ്വപ്നത്തിൽ കാണുന്ന അനുഭവം പോലെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ലോക അനുഭവങ്ങളും, എല്ലാ വിഷയാനുഭവങ്ങളും, എല്ലാ വിഷയ സുഖങ്ങളും എന്ന് ബോധിക്കാത്ത, മനസ്സിലാക്കാത്ത, ഉറയ്ക്കാത്ത ഒരാൾക്ക് ആത്മതത്വം ഗ്രഹിക്കാൻ സാധ്യമല്ലാത്തറിയാത്ത. ഇത് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവന് എങ്ങനെയാണ് ആ ആത്മാവാകുന്ന പരമസത്യം അറിയാൻ സാധിക്കുക? ഈ ലോകം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക്, ഈ ദേഹം സത്യമാണ് ഞാനെന്നും ഈ പ്രപഞ്ചം സത്യമെന്നും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേറൊരു സത്യത്തെ അറിയാൻ എങ്ങനെ ജിജ്ഞാസയുണ്ടാവും, ആഗ്രഹം ഉണ്ടാവും? ഇത് സത്യമോ, ഞാൻ ഈ ദേഹം തന്നെയോ, ഇങ്ങനെ ഒരു ശങ്കയെങ്കിലും വന്നാലേ അപ്പോൾ ഇതിനകത്ത് സത്യമുണ്ടോ എന്നറിയാനുള്ള ആഗ്രഹവും അഭിലാഷവും അതിനുവേണ്ടി പ്രയത്നം ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ശരിയോ? പറയണു, സ്വപ്നാഭമാണ് ഈ ഗൃഹസൗഖ്യം, ഈ പ്രപഞ്ച വിഷയങ്ങളെല്ലാം എന്ന് വേദോക്തിതൻ. ഇതാണ് വേദത്തിൻ്റെ നേരായ അർത്ഥം, പൊരുള്. ഇതറിയാത്ത ആൾക്ക് എത്ര തന്നെ ശാസ്ത്രം പഠിച്ചിട്ടും തത്വം ഗ്രഹിക്കാൻ കഴിയില്ല. നോക്കൂ, ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരിക്കൽ ഈ ജനക മഹാരാജാവിൻ്റെ സദസ്സിൽ ധാരാളം വിദ്വാൻമാരുണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം അവർക്ക് ദക്ഷിണയും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ധാരാളം പണ്ഡിതന്മാരെ ബഹുമാനിച്ചിരുന്നു. ഇപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. മിഥിലയിലെ ചക്രവർത്തിയായ ജനക മഹാരാജാവ് തലേദിവസം ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നത്തിൽ ആ മഹാരാജാവ് ഒരു യാചകനായി. വിശന്ന് പൊരിഞ്ഞ് തളർന്ന് നടക്കാൻ വയ്യാതെ ആ രാജാവ് യാചകനായി ഓരോരുത്തരും പോവുക. ആൾക്കാരതിനെ ആട്ടിവിടണു. ചില ആൾക്കാർ ചൂടുവെള്ളം ഒഴിച്ചു, ചില ആൾക്കാർ കറപ്പിച്ചു കൂപ്പി, ചില ആൾക്കാർ അറിയാത്തവർ ചില എന്തോ കൊടുത്തു. എന്തായാലും ആ സ്വപ്നത്തിൽ അദ്ദേഹം ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹം ഉണർന്ന് രാവിലെ സദസ്സ് കൂടി സമയത്ത് ഈ വിദ്വാൻമാരെയൊക്കെ വിളിച്ചു. എനിക്കൊരു സംശയമുണ്ട്, ആ സംശയം നിവർത്തിച്ചു തരാത്ത പക്ഷം നിങ്ങളുടെ ആരുടെയും കഴുത്തിന് മേലെ തലയുണ്ടാവില്ല. അതാണ്, നിങ്ങൾ വലിയ വിദ്വാൻമാരാണെന്ന് പറയണമല്ലോ, വലിയ വാദപ്രതിവാദങ്ങളും ചർച്ചകളൊക്കെ നടത്തണമല്ലോ. എൻ്റെ ഈ സംശയം തീർത്തു തരണം. എന്താ സംശയം? അതോ സത്യം ഇതോ സത്യം. ഏത്? ഇപ്പം നിങ്ങൾ ജനക മഹാരാജാവ് എന്ന് പറഞ്ഞാൽ എന്നെ സ്തുതിക്കണോ, ബഹുമാനിക്കണോ, ആദരിക്കണോ ഒക്കെ ചെയ്യണോ. പക്ഷേ ഈ ജനക മഹാരാജാവായ ഞാനാണ് ഇന്നലെ രാത്രിയിൽ യാചകനായി ദുരിതവും കഷ്ടവും ക്ലേശവും അനുഭവിച്ച് തെണ്ടിത്തിരിഞ്ഞത്. അതെനിക്ക് നല്ല നിശ്ചയുണ്ട്. അതുകൊണ്ട് അതാണോ ആ സ്വപ്നത്തിൽ ഞാൻ അനുഭവിച്ച ആ യാചകാവസ്ഥയാണോ സത്യം? ഇപ്പോൾ നിങ്ങൾ എന്നെ രാജാവ്, ജനകൻ, മിഥിലയിലെ ചക്രവർത്തി എന്ന് വാഴ്ത്തുന്നു. ഇതാണോ സത്യം? അതാണോ സത്യം? ഇതാണോ സത്യം? അതോ സത്യം ഇതോ സത്യം? പണ്ഡിതന്മാർ, വിദ്വാൻമാർ കുഴങ്ങി. എന്താ കാരണം? കഴുത്തിന് മേലെ തലയുണ്ടാവില്ല. അവരൊക്കെ തലതാഴ്ത്തി വിഷമിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് മരണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 8 വളവുള്ള ഒരാൾ അവിടേക്ക് കയറി വന്നു. പൊക്കം കുറഞ്ഞ 8 വളവുള്ള ഒരാൾ, അഷ്ടാവക്രൻ. ഇവരൊക്കെ മുഖഭാവം കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ഇങ്ങനെയാണ് ഒരു പ്രശ്നത്തിലിട്ടിരിക്കുക? വിഷമിക്കൊന്നും വേണ്ട, ഡോണ്ട് വറി, ഐ വിൽ ഹാൻഡിൽ. ഞാൻ അദ്ദേഹം നല്ല ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ കൊണ്ട് പറയാം, എന്താ രാജാവേ അങ്ങയുടെ സംശയം? അതോ സത്യം ഇതോ സത്യം. ഇദ്ദേഹത്തിനോട് വിസ്തരിച്ചൊന്നുമില്ല, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, അതോ സത്യം ഇതോ സത്യം. ഉടനെ പറഞ്ഞു 2 സത്യമല്ല. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല അദ്ദേഹത്തിന്. അതോ സത്യം ഇതോ സത്യം എന്നേ ചോദിച്ചുള്ളൂ, 2 സത്യമല്ല. എങ്ങനെ പറഞ്ഞു? അത് സത്യമാണെങ്കിൽ ഇത് സത്യമാവാൻ പറ്റില്ലല്ലോ, ഇത് സത്യമാവണമെങ്കിൽ അത് സത്യമാവാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങ് ചോദിച്ചത് അതോ സത്യം ഇതോ സത്യം എന്നാ. ഇത് സത്യമാണെങ്കിൽ അത് സത്യമാവാൻ പറ്റില്ല, അത് സത്യമാണെങ്കിൽ ഇത് സത്യമാവാൻ പറ്റില്ല. പക്ഷെ അങ്ങ് ചോദിക്കണോ അതോ ഇതോ സത്യം. അപ്പൊ ഇത് 2 സത്യമല്ല. ഉടനെ മഹാരാജാവ് സിംഹാസനം ഇറങ്ങി അഷ്ടാവക്ര മുനിയെ നമസ്കരിച്ചു എന്നാണ്. എന്താ താല്പര്യം? ഈ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ബന്ധുമിത്രാദികൾ, ഈ സുഖ സൗകര്യങ്ങൾ, ഈ കാറ്, വീട്, പണം, പ്രതാപം ഒക്കെ സത്യമെന്ന് നമ്മൾ നനയ്ക്കുന്നു അല്ലേ? സ്വപ്നത്തിൽ നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരാം. ഇല്ല, നമുക്ക് ഇപ്പോൾ ഇല്ലാത്ത ആൾക്ക് അവിടെയൊക്കെ ഉണ്ടായി എന്ന് വരാം അല്ലേ? നമുക്ക് കോടീശ്വരനായി എന്ന് വരാം അല്ലേ? പക്ഷേ അപ്പോൾ അതല്ലേ സത്യം? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഈ ലോകവും ഈ അനുഭവങ്ങളും എപ്രകാരം സത്യമോ അതുപോലെ സത്യമല്ലേ അതും അല്ലേ? അപ്പോൾ അതല്ലേ സത്യം? ഇതാണ് സത്യമാണോ? അല്ലേ അല്ല. സ്വകാലേ സത്യവദ്ഭാതി പ്രബോധേ സതി അസത് ഭവേത്. ആത്മബോധത്തിൽ ആചാര്യസ്വാമികൾ പറയും, അനുഭവകാലം സത്യം, അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യം, അടുത്ത നിമിഷത്തില്ല അതല്ലേ? അപ്പൊ സ്വപ്നത്തിൽ സ്വപ്നമല്ല ആണോ?
നമ്മൾ പറഞ്ഞു ജനക മഹാരാജാവിന്റെ അനുഭവം നമുക്ക് ഉണ്ടാവാറില്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ രോഗിയായിട്ട് ആശുപത്രി കിടക്കണമായിട്ട് കാണാം. കാലില്ലാതായി, നമുക്ക് ആക്സിഡന്റ് വന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. ഉണർന്നു വന്നാൽ കാല് ആരെങ്കിലും തപ്പാൻ പോവോ? ഇല്ല. അപ്പോൾ ഉണർന്നാൽ സ്വപ്നം സത്യമല്ല. ഇപ്പോ ഇത് സത്യം, ഇത് സത്യമല്ല നമുക്കറിയണമെങ്കിലോ ഇവിടുന്ന് ഒരു ഉണരലും കൂടി നമ്മൾ ഉണരേണ്ടിയിരിക്കണമെന്നർത്ഥം. ഇപ്പൊ ദിവസം നമ്മൾ ഉണരണ്ട് ഈ ജാഗ്രത അവസ്ഥയിലേക്ക്. ഇത് ശരിയായ ജാഗ്രത ആണോ? നാരായണ ഗുരുദേവൻ മനോഹരമായി പറയും, ഉണരരുതിനി. ഇനി ഉണരരുത് എന്നാ പറഞ്ഞത്. നമ്മൾ ഉണരണം എന്നാണ് എല്ലാവരും പറയണത്. ഉണരരുതിനി എവിടേക്ക്? ഈ ദേഹാണ് ഞാനെന്ന ഭാവനയിലേക്ക് ഉണരരുത്. ഈ ജഗത്ത് സത്യമാണെന്ന ഭാവത്തിലേക്ക് ഉണരരുത്. ഉണരരുതിനി. അങ്ങനെ ഇതിലേക്ക്, ഈ നാനാത്വത്തിലേക്കും ഈ ദ്വൈതപ്രപഞ്ചത്തിലേക്കും ഈ ദേഹഭാവത്തിലേക്കും നമ്മൾ ഉണരാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? ഉറങ്ങിടാതിരുന്നീടണം. ഉണരരുത് ഇനി, ഇങ്ങോട്ട് ഉണരരുത്. അത് സാധിക്കണമെങ്കിലോ ഉറങ്ങാണ്ടിരിക്കണം. അത്രേ. എന്തിലേക്ക്? അറിവായി. ഈ ഉണർവിനെയും സ്വപ്നത്തെയും ഉറക്കത്തെയും മൂന്നിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന, അതിനെ മൂന്നിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷിയായിരിക്കുന്ന അറിവ്, ആ ബോധം, ആ സാക്ഷി ചൈതന്യം, അതാണ് സത്യം. അതിലേക്ക് ഉറങ്ങരുത്. അതിനെക്കുറിച്ച് സദാ അതിലേക്ക് ഉണർന്നിരിക്കണം. ഉണരരുതിനി ഉറങ്ങിടാതിരുന്നീടണം അറിവായി. ഇതാണ് അതിനുള്ള മാർഗം. ആ അറിവിലേക്ക് നമ്മൾ ഉണരില്ല. എന്താ സത്യത്തെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച് ശാസ്ത്രത്തിൽ പറഞ്ഞേക്കണത്? അവസ്ഥാത്രയ സാക്ഷി എന്നാണ്. മൂന്നവസ്ഥകൾക്കും സാക്ഷിയാണത്രേ. പഞ്ചകോശ വിലക്ഷണ, 5 കോശങ്ങളുണ്ട്, അതിനതീതനാണത്രേ. അവസ്ഥാത്രയങ്ങളുണ്ട്, 3 അവസ്ഥകളുണ്ട്, അതിനതീതനാണത്രേ അർത്ഥം. അസ്ഥി കശ്ചിൽ സ്വയം നിത്യം അഹം പ്രത്യേലംബനഃ. ഇന്ന് നമ്മൾ പറയണു ഞാൻ സുഖി, ഈ ഞാൻ തന്നെ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ദുഃഖിന്ന്. ഈ സുഖിയും ദുഃഖിയായ ഈ ഞാനെന്ന അതെ ചിന്ത ദേഹാഭിമാന രൂപിയായ അഹങ്കാരമാണ്. അതിന് പോലും ആരാണ് ഉണ്മ കൊടുക്കുന്നത്? ഈ അഹങ്കാരം, വൃത്തി, ഈ ഞാനെന്ന വിചാരം, ഐ തോട്ട്, ഈ ഞാനെന്ന ചിന്ത എവിടുന്നാ പൊന്തണത്? എവിടെയാ നിൽക്കണത്? എവിടേക്കാ ലയിക്കണത്? ഉറക്കത്തിൽ ഈ ഞാൻ ലയിച്ചില്ലേ? ആലോചിച്ച് നോക്കൂ. ഉറക്കത്തിൽ പകൽ സമയത്ത് പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നു, നമ്മൾ ഉറങ്ങി. ആരാ ഉറങ്ങിയത്? അഹങ്കാരമാണ് ഉറങ്ങിയത്. അഹങ്കാര ലയേ സുപ്തൗ ഭവേൽ ദേഹോപി അചേതനഃ എന്ന് ആചാര്യസ്വാമികൾ ദൃശ്യവിവേകത്തില്. ഉറക്കത്തിൽ വെട്ടിയിട്ട തടി പോലെ, മരക്കഷ്ണം പോലെ ഈ ശരീരം അനങ്ങാണ്ടായി. കാരണം അഹങ്കാരലേ. അഹങ്കാര വികാസ അർത്ഥ സ്വപ്ന. പകുതി അഹങ്കാരം വികസിച്ചു. അപ്പൊ സ്വപ്നത്തിൽ ആ സുഖവും ദുഃഖമുണ്ട്. സുഖം ദുഃഖം അനുഭവിക്കുന്ന ആളാണ് അഹങ്കാരം ഞാൻ. ഉണർന്നപ്പോഴോ പൂർണ്ണ അളവിലുണ്ട്. അപ്പോ ഇത് എവിടുന്നാ പൊന്തിയത്? എവിടെയാ നിലനിൽക്കുന്നത്? അഹം പ്രത്യേലംബനഃ, ദ വെരി സോഴ്സ് ഓഫ് ഐ തോട്ട്. അഹംവൃത്തിക്ക് ആധാരമായി, ഞാനെന്ന ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള എന്തോന്നില്ലേ? അതാണ് സത്യം. അവസ്ഥാത്രയ സാക്ഷി സൻ. 3 അവസ്ഥകളും വന്നും പോയിക്കൊണ്ടിരിക്കണു. പറഞ്ഞില്ലേ, വീട്ടിൽ പാൽക്കാരൻ വന്നു, കരണ്ടുകാരൻ വന്നു, വെള്ളക്കാരൻ വന്നു, ഓരോരുത്തരും വന്നു. ഇന്ന് ആര് വന്നു എന്ന് പറയണമെങ്കിലോ അവിടെ എപ്പോഴും പ്രസന്റായ ഒരു മൊമെന്റ് ആവണം അല്ലേ? ഇതുപോലെ ഈ 3 അവസ്ഥയും വന്നു പോകുമ്പോൾ വന്നൂന്നും പോയിന്നും അറിയുന്ന ആ അറിവിന് മാറ്റമില്ലാതിരിക്കണ്ടേ? ആ അറിവ്, ആ ബോധം, ആ കോൺഷ്യസ്നസ്, ആ ചൈതന്യം, അത് മാറാതിരിക്കണം. അതാണ് സത്യം. ആ അറിവിലേക്ക് നമ്മൾ ഉറങ്ങിയിരിക്കുമ്പോൾ അതിലേക്ക് ഉറങ്ങിടാതിരുന്നീടണം അറിവായി എന്നാണ് നാരായണ ഗുരുദേവൻ പറയണത് പച്ച മലയാളത്തില്. ഉണരരുതിനി ഇങ്ങട് ഉറങ്ങിടാതിരുന്നീടണം അറിവായി. അതിന് അയോഗ്യനെന്നാൽ, അയ്യോ എന്നെ കൊണ്ടതാക്കാവണല്ലോ, അത് ടൂ മച്ച്, എനിക്ക് വല്ലാതെ തലകരം തോന്നണല്ലോ, ദഹിക്കണില്ലല്ലോ, കാറ്റ് തലയുടെ മേലെ പോണ പോലെ തോന്നണല്ലോ, സരല്ല, ഡോണ്ട് വറി. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടേണം. ഇപ്പൊ ഈ രഘുഗണന് കിട്ടിയ ഭാഗ്യത. ഈ പ്രണവം ഓങ്കാരത്തിന്റെ പൊരുളായ സത്യത്തിലേക്ക് ഉണർന്ന്, ഓങ്കാരത്തിലെ അകാര ഉകാരം അകാരങ്ങൾ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ എന്ന 3 അവസ്ഥകളെ പ്രതിദാനം ചെയ്യുന്നു. ഇതിൽ നിന്ന് ഉണർന്ന് ആ സാക്ഷി തത്വത്തെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരുടെ, ഈ നാരായണ ഗുരുദേവനെ പോലെ ഈ യോഗീശ്വരനെ പോലുള്ള മഹാത്മാക്കളുടെ അടുത്തേക്ക് പോകൂ. ഇതാണ് ആത്യന്തികമായി ഇവിടെ പറയണത്. വിനാ മഹത്പാദരജോഭിഷേകം. എന്റെ രഘുഗണ ഏതത്തപസാനയാതി. തപസ് ചെയ്തുകൊണ്ട് കിട്ടില്ല ഈ അനുഭൂതി. ശാസ്ത്രം കുറെ പഠിച്ചുകൊണ്ട് കിട്ടില്ല. തീർത്ഥാടനം ചെയ്തുകൊണ്ട് കിട്ടില്ല. യാഗങ്ങളും യജ്ഞം ചെയ്തുകൊണ്ട് കിട്ടില്ല. സർവസംഘ പരിത്യാഗം ചെയ്ത് സന്യാസിയായി പോയി. പ്രവ്രജനാത് ഗൃഹാദ്വാ. ഒന്നുമില്ല, ഞാൻ ഭിക്ഷാന്തേഹിയെ, ഒന്നുമില്ലാതെ കരതല ഭിക്ഷ, കൈ കിട്ടിയത് കഴിക്കുക, വടുതല വൃക്ഷച്ചുവട്ടിൽ ഉറക്കം, ഇങ്ങനെയായി കഴിയുന്ന സർവസംഘ പരിത്യാഗിയായ ഒരാളായപ്പോലും കിട്ടുമോ? നോ ഗ്യാരണ്ടി എന്നാ പറഞ്ഞത്. ഇതൊക്കെ അതിനു വേണ്ടിയിട്ട് വെച്ച മാർഗങ്ങളാണ്.
ശുദ്ധിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇതുകൊണ്ട് കിട്ടുന്ന ഉറപ്പില്ല, ഷുവർ മീൻസ് അല്ല. പിന്നെയോ വിനാ മഹത്പാദരജോഭിഷേകം, മഹാന്മാരുടെ പാതാരവിന്ദങ്ങളെ പോയി, ഈ സാക്ഷി മറഞ്ഞവരുടെ പാദങ്ങളെ പോയി ആശ്രയിക്കൂ, സേവിക്കൂ. അവരുടെ മുഖത്ത് നിരന്തരം ഭഗവാന്റെ മഹിമകള്, കഥാമൃതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുടെ മനസ്സിലെ രജസ്തമോ വാസനകൾ നീങ്ങി മനസ്സ് ശുദ്ധമാകും, നിർമ്മലമാകും. അങ്ങനെ നിർമ്മലമായ ആ മനസ്സിൽ മാത്രമേ ഈ സത്യത്തിനെ കുറിച്ചുള്ള ഉണർവ്, ഈ അനുഭൂതി ഉണ്ടാവൂ എന്നർത്ഥം. അതാ അപ്പോൾ ഇവിടുത്തെ അദ്ദേഹം പറയണതേ. അപ്പോ ഈ സ്വപ്നാനുഭവം നമുക്ക് എന്തിനു തന്നു ദൈവം? ഉറക്കാനുഭവം എന്തിനു തന്നു? ഉണർന്നിരിക്കുന്ന അനുഭവം എന്തിനു തന്നു? ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് എന്തുകൊണ്ടാണ് സത്യം മനസ്സിലാവാത്തെന്നറിയാമോ? നമ്മുടെ ജീവിതം ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളോട് കൂടിയിരിക്കെ ആധുനിക ശാസ്ത്രം ജാഗ്രത അവസ്ഥയെ മാത്രം എടുത്തുകൊണ്ടാണ് സത്യാന്വേഷണം നടത്തുന്നത്. പാർഷ്യലായിട്ടുള്ള എൻക്വയറി ഉള്ളൂ അല്ലേ? എന്നാൽ ഋഷീശ്വരന്മാരോ ഈ ജാഗ്രത സ്വപ്നത്തിൽ ഇല്ലാണ്ടാവുണ്ട്, ആ സ്വപ്നം ജാഗ്രതയിൽ ഇല്ലാണ്ടാവുണ്ട്, ഇത് രണ്ടും സുഷുപ്തിയിൽ ഇല്ലാണ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടായില്ല. ഈ 3ഉം എവിടെ വന്നു പോകണു? ഈ 3നെയും ആര് പ്രകാശിപ്പിക്കുന്നു? 3 അവസ്ഥകളെയും ആ അവസ്ഥയിലെ അനുഭവങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ആര് എന്ന് ചിന്തിച്ചപ്പോൾ അവർക്ക് എപ്പോഴും വരാതെയും പോകാതെയും 3 കാലത്തും നിലനിൽക്കുന്ന സത്യസ്വരൂപനെ തിരിച്ചറിയാൻ, സാക്ഷാത്കരിക്കാൻ സാധിച്ചു. ഇതിനാണ് ഈ ഉദാഹരണം പറഞ്ഞതെന്നർത്ഥം. അല്ലാതെ ഇതൊക്കെ സ്വപ്നമാണെന്ന് നമ്മളോട് പറയാൻ ഇപ്പം വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം സ്വപ്നം, നമ്മൾ അത് സ്വപ്നമാണെന്ന് എപ്പോഴാണ് വിചാരിച്ചത്? ജനക മഹാരാജാവിന് ഞാൻ ജാതകനല്ല എന്ന് ബോധ്യമായത് എപ്പോഴാ? ഉണർന്നപ്പോഴാ. അപ്പം അദ്ദേഹം ആ ആട്ടും ചീത്തയൊക്കെ കേട്ട സത്യ അല്ലേ? ശരിയല്ലേ? ഇതുമാതിരി നമ്മൾ ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് ദിവസം ഉണർവ് പോരാ, ആ അറിവിലേക്ക്, ആ ഓരോ സ്വരൂപത്തിലേക്ക്, ആ സാക്ഷിസ്വരൂപനിലേക്ക് ഉണർന്നാൽ കഴിഞ്ഞു. പിന്നെ ഇതൊന്നും അയാളെ ബാധകമല്ല, അയാൾക്കിതൊന്നും ബാധകമല്ല എന്നർത്ഥം. ഈ സ്ഥൂല സൂക്ഷ്മാത്മകമാം പ്രപഞ്ചം ആ ജീവങ്കൽ മിന്നിച്ചിടും ആ മനസ്സിനെ പരാപരത്വത്തിനുമാ ഗുണാഗുണത്വത്തിനും ഒതുന്നു നിദാനമായി ബുധർ. എന്ത്? സംസാരത്തിനും ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായി ഈ മനസ്സിനെയാണ് അറിവുള്ളവർ പറയണത്. ആ മതിരിഹ ഗുണസക്ത ബന്ധകൃത് നാരായണത്തില് ഈ മനസ്സ് വിഷയങ്ങളിൽ ആസക്തമായി തീർന്നാലോ ബന്ധത്തിന് കാരണമായി. അതൊരിക്കലും സത്യത്തെ അറിയില്ല, സത്യത്തിൽ അകന്നു പോകും. എന്നാലോ ദേശു അസക്താതു അമൃതകൃത്, അതിൽ നിന്ന് വിട്ടുപോന്നാലോ ദൃശ്യവിഷയങ്ങളിലുള്ള ആ സുഖബുദ്ധി വിട്ട് എപ്പോഴും ആ മനസ്സ് അന്തർമുഖമായി തീരാൻ ഇടയാലോ അപ്പോൾ അമൃതകൃത്, അമൃതാനുഭവത്തിന് കാരണമായി. ഭക്തിയോഗസ്തു സത്യം ഉപരുന്ധേ, ആ വിഷയങ്ങളിലെ ആസക്തിയെ ഇല്ലാണ്ടാക്കാൻ ആർക്ക് കഴിയും? ഭക്തിയോഗത്തിന് സാധിക്കും. അവിടെയാണ് ഈ ഉപാസനയുടെ ഭക്തിയുടെ ഒക്കെ ആവശ്യം. അപ്പോൾ ഭാഗവതത്തിൽ നിങ്ങൾക്ക് കാണാം, അടിക്കടി പറയും ജ്ഞാനത്തെ ഒരു വാളായിട്ടും ഭക്തിയെ അതിൻ്റെ മൂർച്ചയായിട്ടും. ഭക്തി കൊണ്ട് മൂർച്ച കൂട്ടിയ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഈ അജ്ഞാനം കൊണ്ടുണ്ടായ സംസാര വൃക്ഷത്തെ മുറിച്ചു കളയൂന്ന്. ഇവിടെ ഒരു വൃക്ഷമൊന്നും മുറിക്കാനില്ലേ? ജ്ഞാനം ഭക്തിയില്ലാത്ത മനസ്സിന് അനുഭവമാകില്ല എന്നർത്ഥം. ഉപാസന നിശിതം ശരം എന്നാണ് ഉപനിഷത്ത് പറയാ അല്ലേ? ഉപാസന കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ആശാരിമാർ പോയിട്ട് ഇങ്ങനെ ആ ഉളി ഇങ്ങനെ തേക്കനുണ്ടോ നിങ്ങൾ? എന്താ നമ്മൾ വിചാരിക്കുക അയാൾ പണി എടുക്കാണ്ടിരിക്കാനുള്ള സൂത്രമെന്ന്. അല്ലല്ല, അതിനെ കൂർമ്മിപ്പിക്കുക, ഷാർപ്പൻ ചെയ്യുക. ഈ സിവിൽ എഞ്ചിനീയർമാരൊക്കെ നോക്കിയിട്ടുണ്ടോ വരയ്ക്കണവർ ഇടയ്ക്കിടയ്ക്ക് ഇത്രയും നമ്മുടെ തൊട്ട് ഇത്രയും മുന ഉണ്ടല്ലോ, പിന്നെയും ഇങ്ങനെ മുറിച്ച് കൂട്ടി ഇങ്ങനെ പെൻസിലിന്റെ മല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ലേ? അതുപോലെയാണ് ഉപാസന കൊണ്ടേ നമ്മുടെ മനസ്സിനെ ഏകാഗ്രവും സൂക്ഷ്മവുമാക്കാൻ പറ്റുള്ളൂ, ശുദ്ധവും. ആ മനസ്സുകൊണ്ടേ ഈ മനസ്സാക്ഷിയായ ആ ഭഗവാനെ ഓർമ്മിക്കാൻ സാധിക്കൂ. അതാണ് ഇവിടെ പറഞ്ഞതെന്നർത്ഥം. അപ്പൊ ഈ മനസ്സാണ് ഈ ജീവനെ, ഈ പ്രപഞ്ചം സത്യമെന്ന ബുദ്ധി, ഈ ദേഹം ഞാനെന്ന ബുദ്ധി ഉണ്ടാക്കിയിട്ട് ഇവിടെ കെട്ട് വട്ടത്തിൽ കറക്കണത്. ഇത് തന്നെയാണ് മോചിപ്പിക്കുന്നത്. ഗുണങ്ങൾ ചേർന്നാൽ ഭവഹേതു ചിത്തം, വിഷയങ്ങളോട് ചേർന്നാൽ അത് സംസാരബന്ധനത്തിന് ഹേതു. നൈർഗുണ്യമാർന്നാൽ അത് മോക്ഷഹേതു, അത് അതിന് വിട്ടാലോ, വിഷയങ്ങളിൽ നിന്ന് വിട്ടാലോ വിഷയവിരക്തമായ മനസ്സ് ആത്മചിന്തനത്തിന് യോഗ്യമായി തീർന്നർത്ഥം. പുകഞ്ഞു കത്തും ഹൃതവർത്തിയുക്തം തീ അന്യഥാ പൂണ്ടിടും ആത്മരൂപം. മനോഹരമായ ഉദാഹരണം. നമുക്ക് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വിളക്കുണ്ട്, എണ്ണയുണ്ട്, തിരിയുണ്ട്. അപ്പോഴോ അതിൽ തീ പ്രകടമായി അപ്പോൾ കത്തിച്ചപ്പോൾ തീയായി. ആ തീ കത്തുമ്പോൾ അതോടൊപ്പം പുകയുണ്ടാവണല്ലേ? ആ തീയും പുകയും എത്ര നേരം ഉണ്ടാവും? തിരിയും എണ്ണയും കഴിയണവരെ ഉണ്ടാവും. തിരിയും എണ്ണയും കഴിഞ്ഞാലോ? തിരി എണ്ണയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുകയില്ല, അഗ്നിയില്ല. ഉണ്ടോ? അപ്പം എന്തായി? ആ അഗ്നി അതിൻ്റെ പൂർവ്വരൂപത്തെ, അതിൻ്റെ സ്വയം സഹജമായ അവസ്ഥയെ പ്രാപിച്ചു. അഗ്നി ഇല്ലാണ്ടായോ? അഗ്നി പ്രകടമായില്ല. അഗ്നി മുമ്പ് എങ്ങനെയായിരുന്നു? ആ അവസ്ഥയിലേക്ക് പോയി അല്ലേ? ഇതുപോലെയാണ് ആത്മസ്വരൂപം. എപ്പോഴും ഏത് രൂപത്തിലാണോ ആ രൂപത്തിലിരിക്കും. ഈ വൃത്തി അടങ്ങിയാൽ, വൃത്തി എന്നുള്ളത് തിരിയുന്നൊരർത്ഥം.
നമ്മളെ വ്യക്തിനിഷ്ഠമായ സാധനകന്റെ തലത്ത് നോക്കുമ്പോൾ വൃത്തി എന്നുള്ളതിന് മനോവൃത്തികൾ, ചിത്തവൃത്തി, അന്ധക്കരണവൃത്തി, തോട്ട്സ് മോഡിഫിക്കേഷൻ, ചിന്തകൾ എന്നർത്ഥം. ഈ ചിന്തകളില്ലാതെ ഇപ്പൊ നമുക്ക് അവസ്ഥ ഇല്ല. ആ ചിന്തകൾ എന്തുകൊണ്ടാ? വാസനയാവുന്ന എണ്ണ ഒഴിച്ചുവിട്ടുകയാണേ. വിളക്കേതപ്പോ ശരീരം. നമുക്ക് ഭാവന ചെയ്യാം. ഈ വിളക്ക് കത്തുന്ന ഉദാഹരണം എടുത്താൽ മതി. ശരീരമാവുന്ന വിളക്കില് വിഷയവാസനയാവുന്ന എണ്ണയൊഴിച്ച് ദാ തിരിയിട്ടിരിക്കുക. ആ വാസനയെ കൊണ്ട് ഓരോരോ വൃത്തികൾ, ചിന്തകൾ ഇങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കുക. അത്രത്തോളം കാലം എന്താ ഈ തീയും പുകയാണ് അത്ര സുഖവും ദുഃഖവും. അതുണ്ടാവാണ്ടിരിക്കില്ല. നോക്കൂ, പറഞ്ഞ ഉദാഹരണം നോക്കൂ. പുകഞ്ഞു കത്തും കൃതവൃത്തിയുക്തം തീ അന്യഥാപൂഢ്യം ആത്മരൂപം ഗുണാദിയാൽ വൃത്തിയുതം മനസ്സും പ്രാപിപ്പു സത്യം ഗുണഹീനമാകുമ്പോൾ. ആസന ശരീരമാവുന്ന വിളക്കില് ആസനകളാവുന്ന ആ എണ്ണ ഒഴിച്ചിരിക്കുന്നത്തോളം കാലം വൃത്തി തിരിയുന്നർത്ഥം പറഞ്ഞല്ലോ. അതിലൂടെ അഗ്നിയും പുകയും പ്രകടമാവുന്ന പോലെ ഇവിടെ ഈ ചിത്തവൃത്തികൾ ഉണ്ടാവുമ്പോഴോ അതിലൂടെ സുഖവും ദുഃഖവും ഉണ്ടാവാണ്ടിരിക്കില്ല. ജീവനെ ബോധിക്കത് കഷ്ടപ്പെടുത്തും. അപ്പൊ എന്ത് ചെയ്യണം? അതാണ് ഇനി പറയണത്. ഇനി വൃത്തികൾ എത്രയുണ്ട് പറയണു. മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സ് എന്ന് ചോദിച്ചു. മനസ്സാണ് ബന്ധം മോക്ഷം ഉണ്ടാക്കുന്നത്. വിഷയാസക്തം മനസ്സ് ബന്ധനത്തിനും വിഷയവിരക്തമായ മനസ്സ് മോക്ഷത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞു. എല്ലാ ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ മനസ്സിലെ വൃത്തികൾ എത്രയാന്ന് വെച്ചാലോ കണക്കില്ലാത്ത ചിന്തകളല്ലേ, എണ്ണിയോടുക്കാത്ത ചിന്തകളില്ലേ. പക്ഷേ ആചാര്യന്മാര് എത്ര നല്ല പഠിതാക്കളെ നോക്കൂ, അവരെ അനലിസ്റ്റുകളാ, എത്ര നന്നായിട്ട് അവഗ്രഹിച്ചിരിക്കണു. ഏകാദശാസൻ മനസോഹി വൃത്തയ എന്ന സംസ്കൃതത്തില് മനസ്സിന് ഏകാദശ വൃത്തി. മനസ്സിന് 11 വൃത്തികൾ അത്ര അടിസ്ഥാനമായിട്ടുള്ളത്. എന്തൊക്കെയാ? കർമ്മജ്ഞാനാഭിമാനാത്മകമുണ്ടു രാജൻ. 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് നമുക്ക്, 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട് നമുക്ക്, അല്ലേ? സ്പർശം, രസം, വാസന, കേൾവി, കാഴ്ച, 5 കാണണം, അത് കേൾക്കണം, അത് മണക്കണം, അത് സ്വാദറിയണം, ഇല്ലേ? അതുപോലെ ഭോഗം, വിസർഗം, ഗതി, വാക്കു, ശില്പം. നാവിന്റെ വർത്താനം പറയണം, അല്ലേ? കൈൻ്റെ എടുക്കണം, കാലിൻ്റെ എടുക്കണം, ജനനേന്ദ്രിയം മലവിസർജനം, മൂത്രവിസർജനം, രജസുഖം അനുഭവിക്കണം. അതുപോലെ മലവിസർജനം, ഇങ്ങനെ ഓരോന്നും, അല്ലേ? ഓരോ ഇന്ദ്രിയങ്ങൾക്ക് ഓരോന്നോ ചെയ്യണം എന്നുള്ള ആ താല്പര്യം ചിന്തയായിട്ട് വരും എന്നർത്ഥം. ഇനി ഇതൊക്കെ എപ്പോഴാ? ഈ ദേഹത്തിൽ ഞാനെന്ന അഭിമാനമുള്ളപ്പോഴാ. മമത്വമേവം 11 വൃത്തി. മമത്വം, ഈ ദേഹത്തിൽ ഞാനെന്ന് എൻ്റെ എന്നുള്ള ഭാവമുള്ളപ്പോഴല്ലേ എനിക്കതൊക്കെ വേണ്ടു. അപ്പോൾ വൃത്തികൾ മൊത്തത്തിൽ ചിന്തകൾ 11. അതിന് പിന്നെ അതിൻ്റെ അനുവൃത്തികൾ അനേകം ഉണ്ടാവും. ഒന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ അനുഭവിക്കണം എന്നുള്ള ചിന്ത, 5 കർമ്മേന്ദ്രിയങ്ങളുടെ ആ കർമ്മങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അത് നേടണം, ഉണ്ടാക്കണം എന്നുള്ള ചിന്ത. 11-മതോ അഭിമാനം. ആർക്കാത് കാണേണ്ടത്, ആർക്കാ അവിടെ പോകേണ്ടത്, ആർക്കാത് ചെയ്യേണ്ടത്? എനിക്ക്, അല്ലേ? ആ അഭിമാനം 11-മത്തെ വൃത്തി. ഇത്രയും വൃത്തികളുണ്ടല്ലോ. ഇനി ഇതിന്ന് ആ വാസനയ്ക്കനുസരിച്ച് അത് പെരുത്ത് വന്നുകൊണ്ടിരിക്കേ, അതവിടെ ഇരിക്കട്ടെ. ഈ വൃത്തികൾക്കൊക്കെ പുറകിൽ ആരാ ഈ ഉള്ളിൽ പൊന്തി വരുന്ന ചിന്തകളെയും വൃത്തികളെയും പ്രകാശിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ രഘുഗണനോട് ചോദിക്കുന്നത്. അഥവാ രഘുഗണൻ ഇവിടെ ഇല്ലാട്ടപ്പോ രഘുഗണന്റെ സ്ഥാനത്ത് നമ്മളെ വെക്കുക, നമ്മളോട് ചോദിക്കുക, നിങ്ങളുടെ വള്ളിൽ പൊന്തി വരുന്ന ഈ വിചാരം ഉണ്ടല്ലോ, ഈ വിചാരങ്ങളെയൊക്കെ ആരോടോ പ്രകാശിപ്പിക്കുന്നത്? ചരാചരങ്ങൾക്ക് ആത്മരൂപമെത്തെല്ലാം നിയന്ത്രിപ്പൊരു വായുവെന്ന പോൽ ക്ഷത്രജ്ഞൻ ആത്മാവ് അഖിലേശ്വരൻ ജഗത്തിതിൽ പ്രവേശിച്ചു ഭരിപ്പു സർവവും. വായു എല്ലാവരുടെ അകത്തും പുറത്തുണ്ട്, എല്ലാ മുറിയുടെ അകത്തും പുറത്തുണ്ട്, എല്ലാവരുടെ വയറ്റിന്റെ അകത്തും പുറത്തുണ്ട്, അല്ലയോ? അല്ലേ? ഇതുപോലെ ആ സർവാന്തര്യാമിയായി ആ പരമാത്മഭഗു എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലിരിക്കണു. ആ പരമാത്മ ഭഗവാൻ നമ്മുടെയൊക്കെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ ചിത്തവൃത്തികളെ പ്രകാശിപ്പിക്കുന്നു. ഏത് ലൈറ്റിലാണ് ഈ ചിന്തകൾ ഷൈൻ ചെയ്യുന്നത്? ഇപ്പൊ ഈ ലൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കണം, എന്നെ നിങ്ങൾക്കും കാണില്ല, നിങ്ങളെ എനിക്കും കാണില്ല. അപ്പൊ ഇതൊക്കെ ഇരുട്ടത്ത് കുളിച്ച് നിൽക്കുമ്പോൾ അറിയില്ല, വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കുമ്പോഴേ അറിയുള്ളൂ. ഇതുമാതിരി ഏത് വെളിച്ചത്തിലാണ് ഉള്ളിലെ വിചാരങ്ങളെയൊക്കെ അറിയണത് എന്ന്, ആ വിചാരങ്ങളെ ഞാൻ സുഖി ദുഃഖി എന്നുള്ളതിനെ പോലും അറിയണത്, അതിനെ പ്രകാശിപ്പിക്കുന്നതാണ് ആ ബോധം, ആ ലൈറ്റ് ഓഫ് കോൺഷ്യസ്നസ്. അതിനെയാണ് ക്ഷത്രജ്ഞൻ, ആത്മാവ്, അജൻ, ഏകൻ, ആദ്യൻ, സ്വയംഭ്രവൻ, സർവനിയാമകൻ, പുമാൻ, നാരായണൻ, ശ്രീഹരി, വാസുദേവൻ, സുമായയാലാത്മനി വാഴു നിത്യൻ. എന്തൊക്കെയാ നമ്മൾ ദൈവത്തിനെ പേരിട്ടേക്കണത്, ഭഗവാനെന്നും ഭഗവതി എന്നും. ഏത് മതസാരം ഇവിടെ കിടക്കണത് മനസ്സിലായോ? നിങ്ങൾ ഏത് രൂപത്തിലും ഭാവത്തിലും പൂജിച്ചാലും ആരാധിച്ചാലും വിരോധമില്ല. പക്ഷെ അതൊക്കെ എന്താണ്? നാരായണൻ, പരമാത്മാവ്, ക്ഷേത്രജ്ഞൻ, അജൻ, ഏകൻ, പരമപുരുഷൻ, പുരുഷോത്തമൻ, ശിവൻ, നാരായണൻ, ഭഗവതി, എന്തെല്ലാം പേരാ! സുബ്രഹ്മണ്യൻ, കുമാരൻ, കാർത്തികേയൻ, ഗണപതി, ശാസ്ത, അല്ലേ? ഇങ്ങനെ ഏതെല്ലാം പേര് പറയണു. ഇതൊക്കെ എന്താണ്?
ഈ അനേക ചിന്തകൾ പൊന്തി മറയണു എന്ന് പറഞ്ഞില്ലേ ഉള്ളില്. ഈ ചിന്തകളുടെ പുറകിൽ നിന്നുകൊണ്ട് ചിന്തകൾക്ക് വെളിച്ചം കൊടുത്ത് ചിന്തകളെ പ്രകാശിപ്പിക്കുന്ന ആ ജ്യോതിസ്വരൂപൻ, സാക്ഷാൽ സ്വയം ജ്യോതി അജസ്വരൂപൻ, സാക്ഷാൽ സ്വയം ജ്യോതിസ്വരൂപനാണ് അവൻ അർത്ഥം. സ്വയം പ്രകാശസ്വരൂപൻ, സ്വയം പ്രകാശ ചൈതന്യം. അതാണ് നാം ഓരോരുത്തരും സാക്ഷാത്കരിക്കേണ്ട സത്യം. അതിലേക്കാണ് ഉണരേണ്ടത്. അതിലേക്ക് നാരായണ ഗുരുദേവൻ പറഞ്ഞത്, ഉണരരുത് ഇനി ഇങ്ങട്, ഉറങ്ങിടാതിരുന്നേട്ടണം അറിവായി അതിലേക്ക്, ആ അറിവിലേക്ക്, ആ ബോധസ്വരൂപത്തിലേക്ക് നത്തം. അപ്പൊ എന്താ ഇവിടെ ചെയ്യാനുള്ളത്? ഇതാണ് ധ്യാന രഹസ്യം കേട്ടോ. ആൾക്കാർക്ക് പരാതി എന്താ? അയ്യോ, ചിന്തിക്കുന്ന സമയത്ത് എന്തൊക്കെ വിചാരങ്ങൾ എന്റെ മനസ്സിൽ വരണം, അയ്യോ പേടിയാവണോ? എന്തിനാ ഈ സത്യം മനസ്സിലാക്കിയാ പേടിക്കണത്? ഈ വിചാരങ്ങൾ വരണു. കുട്ട വിചാരം, നല്ല വിചാരം, ഓൾ തോട്ട്സ് ആർ ഡ്യൂ ടു പാസ്റ്റ് ടെൻഡൻസീസ്. നമ്മൾ കയറ്റി വെച്ചതാ, വേണ്ടാണ്ട് കഴിച്ച് ഉള്ളിൽ കയറ്റി വെച്ചത്. വയറ് അസ്വസ്ഥമായപ്പോഴോ കുറേയും കൂടി വെള്ളം കുടിച്ച് കൈയിട്ട് ഛർദ്ദിച്ച് കളഞ്ഞാൽ ആശ്വാസം ഉണ്ടാവില്ലേ? ഇതുപോലെയാ നമ്മൾ വേണ്ടാണ്ട് കയറ്റി വെച്ച പൂർവ്വവാസനകളാണ്, പൂർവ്വ സംസ്കാരമാണ് ഇപ്പോൾ ഓരോരോ വേണ്ടാത്ത വിചാരങ്ങളായിട്ടും വേണ്ട വിചാരങ്ങളായിട്ടും വരണത്. നല്ല വിചാരോ ചീത്ത വിചാരോ അതിനെ അനലൈസ് ചെയ്യുക, അപഗ്രഥിക്കേണ്ട. അതിനെക്കുറിച്ച് സ്വയം ശപിക്കുകയും വേണ്ട, സ്വയം ജഡ്ജിയും വേണ്ട. അയ്യോ, എൻ്റെ മനസ്സിൽ അങ്ങനത്തെ വിചാരം വരുന്നുണ്ട്, ഞാൻ മോശക്കാരിയോ? നിങ്ങളല്ലോ അത്. ഈ വിചാരങ്ങളുടെ സാക്ഷി എന്നത് നിങ്ങൾ. ഈ വിചാരങ്ങൾ ഇതാ വന്നു പോകണു. അത് പൂർവ്വസംസ്കാരം കൊണ്ടാ. പൂർവ്വസംസ്കാരം വാസന ചിന്താരൂപത്തിൽ വന്നു പോണു. ഈ പൂർവ്വസംസ്കാരം കൊണ്ട് പ്രകടമാവുന്ന ചിന്തകളുടെ പുറകിൽ നിന്ന് ചിന്തയെ പ്രകാശിപ്പിക്കുന്ന സാക്ഷിയാണ് പരമാത്മ ഭഗവാൻ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം അതാണെന്നുള്ള തത്വമസി, അതാണ് തത്വമസി. ഗുരുപദേശം കൊണ്ട് ഈ വരുന്ന ചിന്തയിൽ നിന്ന് ശ്രദ്ധയെ ചിന്താ സാക്ഷിയിലേക്ക് തിരിക്കടോ, ഉയർത്തടോ, എന്നിട്ട് അതിൽ അതുമായി താതാത്മ്യം പ്രാപിക്കടോ. അതാണ് മുക്തി, അതാണ് മോക്ഷരഹസ്യം. ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ ഫ്രം ദ തോട്ട്സ് ടു ദ ഇലൂമിനേറ്റർ ഓഫ് ദ തോട്ട്സ്. ആ സാക്ഷി കേവലം ഒരു കാഴ്ചക്കാരനാണ്, ഒരു വിറ്റ്നസ്സാണ്, ഒരു ഓൺലുക്കറാ. അതിനോട്, ഈ ഉള്ളിൽ പൊന്തി വരുന്ന ചിന്തകളോട് ഒന്നിനോട് യാതൊരു പങ്കാളിത്തവും ഇൻവോൾവ്മെന്റും ഇല്ല. അതിനോട് നമ്മൾ ചേർന്നാലോ? ഇന്ന് നമ്മൾ ഈ ചിന്തകളോട് ചേർന്നിരിക്കുക. അതിന് പകരം ആ ചിന്തകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ചിന്താ സാക്ഷിയോട് ചേർന്നാലോ? അത് തന്നെയാണ് ഈശ്വര പരമാത്മ ജീവാത്മ ഐക്യം, പരമാത്മപ്രാപ്തി, മോക്ഷം, ജീവൻ മുക്തി എന്ന് പറയുന്നത്. ഇതാണ് പറഞ്ഞത്. രാജൻ തപസ്സുകൊണ്ടോ വേദപഠനം കൊണ്ടോ യോഗയാഗാദികളെ കൊണ്ടോ തീർത്ഥാടനങ്ങളെ കൊണ്ടോ സർവസംഘ പരിത്യാഗം എന്ന സന്യാസം കൊണ്ടോ കഴുത്തിന് മുട്ട വെള്ളത്തില് തണുപ്പ് കാലത്ത് നിന്ന് ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന തപസ് ഒരു തപസ്. ഇനിയോ ചുറ്റും തീയിട്ടുകൊണ്ട് നല്ല വേനൽക്കാലത്ത് ആ ചണ്ടകിരണം ചൂട്, അങ്ങനെ സൂര്യൻ ഉദിച്ചേക്കുമ്പോൾ അതിൽ നടുക്കുന്ന തപസ് ചെയ്യുക, തലയിൽ കുറച്ച് തീ വെച്ചുകൊണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ പോയപ്പോൾ, വൃന്ദാവനത്തിൽ പോയപ്പോൾ ഒരു തപസ്സെ കണ്ടു. ചുറ്റും തീയിട്ട് തലയിൽ നെരിപ്പോട് വെച്ചുകൊണ്ടിരിക്കുക. ഈ ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന ഈ തപസ് കൊണ്ട് കിട്ടുമോ? വിനാ മഹത്പാദരജോഭിഷേകം. അതാണ് പറഞ്ഞത്, പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തണം. ഏത് മൂർത്തി? ഈ മൂർത്തി കൊണ്ടുപോകണം നർത്തം. അവിടെ പോയി ശരണമടയുക നർത്തം. ഇതാണ് രഘുഗണ ഉപദേശത്തിന്റെ മർമ്മം, സാരം. എത്ര വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് വലിയൊരു വിഷയമാണിത്. ഇവിടെ നമുക്ക് ഈ ഗുരുദേവന്റെ വാക്കുകളെ ഇത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അവസാനം പറഞ്ഞതാ, വിനാ മഹത്വ, ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ, ഗുരുവിന്റെ ഹരേഹ ഗുരേഹ ചരണോപാസനാസ്ത്രം എന്നൊക്കെ പറഞ്ഞത്. ഹരി തന്നെ ഗുരു, ഹരി തന്നെ ഹരി, ഹരിഭക്തിയും ഗുരുഭക്തിയും ഉണ്ടാവണം നമുക്ക്. അപ്പോൾ ഈ തത്വജ്ഞ ബോധം നമുക്ക് ഉറച്ചു കിട്ടും. അങ്ങനെ ഉണരണം. അപ്പോൾ സത്യം ബോധ്യവും. അല്ലാതെ ഇതൊന്നും സത്യമല്ല, ഇതൊക്കെ സ്വപ്ന സമയം എന്ന് പറഞ്ഞിട്ട് വെറുതെ പറയാ. പറഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ദാഹം ഉണ്ടാവും, വെള്ളം കുടിക്കണം. അല്ലേ? ആർക്ക് സ്വപ്നം? ഉണർന്നവന്. ഉണരാത്തവനോ സത്യം. അല്ലേ? ഉണരണം. എവിടേക്ക്? അവിടേക്ക് ഉണരണം എന്നർത്ഥം. നമ്മുടെ സമയമായി ഇവിടെ നിർത്താം. ഒരു നിമിഷം ഭഗവാന്റെ നാമസ്മരണം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. 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 ഓം നമോ നാരായണായ.
ഹരി ഓം തത്സത്.